ഹലോ, എല്ലാവർക്കും നമസ്കാരം. വേൾഡ് അക്കാദമിയുടെ HSA സോഷ്യൽ സയൻസിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സിലബസിലെ പാർട്ട് ബി മൊഡ്യൂൾ 8 ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജോഗ്രഫി എന്ന മൊഡ്യൂളിലെ ക്ലൈമാറ്റിക് റീജിയൻ ഓഫ് ദ വേൾഡ് എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് പോപ്പുലേഷൻ, വേൾഡ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ, ഗ്രോത്ത്, മൈഗ്രേഷൻ, സെറ്റിൽമെന്റ്, റൂറൽ ആൻഡ് അർബൻ ഇവയെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രിന്റ് എടുത്ത് പഠിക്കാനുള്ള നോട്ട് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നന്നായിട്ട് പഠിച്ചു പോവുക. എല്ലാം ക്ലിയർ ചെയ്ത് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ ഈ മാസം ലാസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു പഠനമാണ് നമ്മൾ ഇനി കാഴ്ചവെക്കേണ്ടത്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ക്ലൈമാറ്റിക് റീജിയൻ ഓഫ് ദ വേൾഡ്. ഇപ്പൊ ഈ ഒരു വിഷയത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ 10ാം ക്ലാസ് വരെയുള്ള SCERT പാഠപുസ്തകങ്ങളൊക്കെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ക്ലൈമാറ്റിക് റീജിയൻ ഓഫ് ദ വേൾഡ് എന്ന വിഷയത്തെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനി നമ്മൾ കുറച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ +1 +2 നമ്മൾ കോപ്പന്റെ കാലാവസ്ഥ വർഗീകരണ പദ്ധതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയും പരിമിതമായുള്ള കാര്യങ്ങളാണ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ നമ്മൾ പുതിയ 10ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റ് ബുക്ക് പാഠഭാഗങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ വലിയ രീതിയിൽ നമുക്ക് ഈ ഒരു ക്ലൈമാറ്റിക് റീജിയൻ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് പഠിച്ചു വെക്കാനുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ കൂടുതൽ ഹയർ ലെവലിലേക്കൊന്നും ഈ ഒരു ടോപ്പിക്കിൽ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ക്ലൈമാറ്റിക് റീജിയൻ ഓഫ് ദ വേൾഡിൽ ഈ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ നോക്കുക, നമ്മുടെ 10ാം ക്ലാസ്സിലെ ഭാഗം 1 പാർട്ട് 1 പാർട്ട് 2 ഭാഗം 1 വരുന്ന ഭാഗമാണ്. കാരണം നമ്മുടെ ജോഗ്രഫിയുടെ ഭാഗം അതാണ്. അപ്പോ ഇവിടെ 2ാമത്തെയും 3ാമത്തെ അധ്യായങ്ങൾ നിങ്ങൾ നോക്കുക. കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥ മാറ്റവും. അതുപോലെ 3ാമത്തെ അധ്യായമാണ് മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുകാത്ത നാട്ടിലേക്ക് എന്ന് പറയുന്ന ഈ അധ്യായങ്ങളിൽ വളരെ വിശദമായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ക്ലൈമാറ്റിക് റീജിയൻസിനെ കുറിച്ചും അവിടെയുള്ള പ്രത്യേകതകളെ കുറിച്ചും വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സ്റ്റഡി നോട്ടിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ നോട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ ഡീറ്റെയിൽ ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറഞ്ഞിട്ടുള്ള പല ജസ്റ്റ് ഹിന്റ് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരിക്കുള്ളൂ. അപ്പൊ നമ്മൾ അതൊക്കെ വിശദീകരിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കുക, ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു പോവാണ്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കുക. കാലാവസ്ഥാ മേഖലകളെ കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 8ഓളം കാലാവസ്ഥാ മേഖലകൾ, അവ ഓരോന്നും വിശദീകരിക്കുകയാണ്. മാപ്പ് വരെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖല ഏതെല്ലാം പ്രദേശങ്ങളിലൂടെ കിടക്കുന്നു, സ്ഥിതി ചെയ്യുന്നു. ഇപ്പൊ മാപ്പിൽ കണ്ടോ, ഇത് മൺസൂൺ കാലാവസ്ഥ മേഖല കേട്ടോ. മൺസൂൺ കാലാവസ്ഥ മേഖലയുടെ മാപ്പാണ്. അത് ഏതെല്ലാം പ്രദേശങ്ങളിലൂടെ കിടക്കുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ മാപ്പൊക്കെ വെച്ചുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ ഡീറ്റെയിൽ ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ നോട്ടൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾ നോക്കുക, ഓരോ കാലാവസ്ഥാ മേഖലയും അതിന്റെ പ്രത്യേകതകളും അത് ഏതെല്ലാം പ്രദേശങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ടാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ പറഞ്ഞ പോലെ ഈ ഒരു ക്ലൈമാറ്റിക് റീജിയൻ ഓഫ് ദ വേൾഡിനെ കുറിച്ച് പഠിക്കാൻ ഇനി വേറെ അങ്ങോട്ട് പോകണ്ട. പുതിയ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റുകളാണ് നമ്മൾ നമ്മുടെ മെറ്റീരിയലിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം കേട്ടോ. നിങ്ങൾ നോക്കുക, എത്രത്തോളം ഡീറ്റെയിൽ ചെയ്തിട്ടാണ് ഈ ചാപ്റ്റർ എന്നുള്ളത്. വളരെ വലിയ 2 ചാപ്റ്ററുകളാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്ന. കാലാവസ്ഥ മേഖലകളും കാലാവസ്ഥ മാറ്റങ്ങളും, പിന്നെ അതേപോലെ തന്നെ അടുത്ത നമുക്കുള്ളൊരു ചാപ്റ്റർ ആണ് മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുകാത്ത നാട്ടിലേക്ക് എന്നുള്ള 2ാമത്തെയും 3ാമത്തെയും അധ്യായം വളരെ വിശദമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നമുക്ക് പഠിക്കാനായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുതിയ ടെക്സ്റ്റ് ബുക്ക് 5 മുതൽ 10 വരെ മാറിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിലെ നമ്മുടെ സിലബസിൽ വരുന്ന കാര്യങ്ങളെല്ലാം പഠിക്കണം. ടെക്സ്റ്റ് ബുക്ക് ആവുമ്പോൾ സിലബസ് എന്നുള്ളതൊന്നുമില്ല, എല്ലാം സിലബസ് അതിന്റെ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ കാര്യങ്ങളും സിലബസിൽ ഉണ്ടായിരിക്കും. ആ രീതിയിലാണ് നമ്മുടെ സിലബസ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഡീറ്റെയിൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ നോക്കുക, വൻകര ഏഷ്യ വൻകരയിൽ ഏതെല്ലാം രാജ്യങ്ങളാണ്. ആകെ ഇന്തോനേഷ്യ മാത്രമേ ടെക്സ്റ്റ് ബുക്കിലുള്ളൂ. നമ്മൾ ബാക്കിയുള്ള നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആഫ്രിക്കയിൽ ഏതെല്ലാം രാജ്യങ്ങളാണ്, തെക്കേ അമേരിക്ക, അങ്ങനെ എല്ലാം വിശദമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി കൂടുതൽ ഒന്നും പറയുന്നില്ല, നേരെ നമ്മൾ ക്ലാസ്സിലേക്ക് പോവാണ്. നമ്മുടെ ടോപ്പിക് ക്ലൈമാറ്റിക് റീജിയൻ ഓഫ് ദ വേൾഡ്. ഇവിടെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. ഇവിടെ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ കാര്യം ആയതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും ഒഴിവാക്കിയിട്ടില്ല. എല്ലാം പോയിന്റ് വൈസ് ചെയ്ത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു അരോചകത്വം ചിലപ്പോൾ ഫീൽ ചെയ്യാം. അപ്പോ അരോചകമായിട്ട് ഫീൽ ചെയ്യാനുള്ളൊരു കാരണം ഇത് എല്ലാം ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുമല്ല, എന്തുകൊണ്ട് അങ്ങനെ കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്
നമ്മുടെ സിലബസിൽ പറഞ്ഞ ടോപ്പിക്കാണ് ക്ലൈമാറ്റിക് റീജിയൻ ഓഫ് ദ വേൾഡ്. ഇത് നമ്മളൊക്കെ ജോലി കിട്ടി പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെയും 3ാമത്തെയും അധ്യായങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കൊന്നും ഒഴിവാക്കാനില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിൽ പറയുന്ന ഓരോ പോയിന്റ്, ഓരോ അണുവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോ ഇത് വിശദീകരിക്കേണ്ട, ശരിക്കും ഇത് മനസ്സിലാവാത്ത പ്രശ്നമൊന്നുമില്ല ഈ ടോപ്പിക്ക് വായിക്കും. പക്ഷെ ഇത് പഠിക്കാനാണ് ബുദ്ധിമുട്ട്. പഠിക്കാനാണ് ഇതിലുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ട്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇതിൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയും. നിങ്ങൾക്ക് ഇത് പ്രിന്റ് എടുത്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലെ പ്രധാന കാര്യങ്ങൾ നോക്കാം. ഇപ്പൊ ഈ ചാപ്റ്റർ ശരിക്കും നമ്മുടെ 10ൽ ഓരോ ചാപ്റ്റർ ഒക്കെ തുടങ്ങുന്നത് ഓരോ യാത്രാ വിവരണങ്ങൾ, ഓരോ സംഭവങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും. അപ്പൊ ഈ ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ന്യൂ ബ്രൻസിക് പ്രവിശ്യ, കാനഡയിലെ ന്യൂ ബ്രൻസിക് പ്രവിശ്യയിലെ അവിടെയുള്ള കാഴ്ചകളെ കുറിച്ചിട്ടാണ് ഈ അധ്യായം തുടങ്ങുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതൊന്ന് ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. അവിടെയുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് കൂടുതൽ വിശദീകരിക്കാനില്ല. കാരണം ആ ഒരു യാത്രാ വിവരണത്തിൽ ആ പ്രദേശത്തെ പ്രത്യേകതകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ സ്ട്രെസ് ചെയ്ത് നോക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത്, അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ് കാലാവസ്ഥ മേഖലകൾ എന്ന വിഷയത്തിലേക്ക് നമ്മൾ പോവാണ്. സമാന കാലാവസ്ഥാ വിശേഷതകൾ അനുഭവപ്പെടുന്ന വിശാല ഭൂപ്രദേശത്തെയാണ് ഒരേ കാലാവസ്ഥാ മേഖല ക്ലൈമാറ്റിക് റീജിയൻ ആയിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ സമാന കാലാവസ്ഥാ സവിശേഷതകൾ ഉണ്ടായിരിക്കും. അനുഭവപ്പെടുന്ന വിശാല ഭൂപ്രദേശത്തെ ഒരേ കാലാവസ്ഥാ മേഖലയായിട്ട് ക്ലൈമാറ്റിക് റീജിയൻ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ലോകത്തിലെ ചില പ്രധാന കാലാവസ്ഥാ മേഖലകളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. നമുക്ക് 8 കാലാവസ്ഥാ മേഖലകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. പല രീതിയിൽ നമുക്ക് ഇവിടുന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഓരോ കാലാവസ്ഥാ മേഖലകൾ, ക്ലൈമാറ്റിക് റീജിയന്റെ പ്രത്യേകതകൾ എന്തെല്ലാം, അപ്പൊ താഴെ തന്നിരിക്കുന്ന ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയുടെ പ്രത്യേകതകൾ എന്തെല്ലാം, അല്ലെങ്കിൽ അല്ലാത്തവ ഏത്, അല്ലെങ്കിൽ തെറ്റായത് ഏത്. ഒരു ABCD എന്ന് പറഞ്ഞു തന്നിട്ട് ഭൂമധ്യരേഖ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് തെറ്റായത് ഏത്, മൺസൂൺ കാലാവസ്ഥാ മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്, അല്ലെങ്കിൽ സാവന്ന കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് തെറ്റായത്. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ എന്തായാലും എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം സ്റ്റേറ്റ്മെന്റ് രീതിയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഒന്നും ഒഴിവാക്കാനില്ല. നോക്കാം. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല, മൺസൂൺ കാലാവസ്ഥാ മേഖല, സാവന്ന കാലാവസ്ഥാ മേഖല, ഉഷ്ണമരുഭൂമികൾ, മിതോഷ്ണ പുൽമേടുകൾ, മെഡിറ്ററേനിയൻ കാലാവസ്ഥ, ടൈഗ മേഖല, ടണ്ട്ര മേഖല. അപ്പൊ നമുക്ക് ഇതിന് മുന്നേ ഈ ഒരു ക്ലൈമാറ്റിക് റീജിയൻ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ തോന്നുന്നു ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു കാലാവസ്ഥാ മേഖലയെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം. ഇവിടെ ഇത് വളരെ വൈഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോ നമുക്ക് നേരെ നോക്കാം ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖല. ഇനി ഈ ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. നോക്കിക്കോളാം, മാപ്പൊക്കെ ഇവിടെ കാണാം. ഭൂമധ്യരേഖയ്ക്ക് വടക്കും തെക്കുമായി 10 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന കാലാവസ്ഥാ മേഖലയാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല. അപ്പൊ നമ്മുടെ ഭൂമധ്യരേഖ ഇവിടെ നിങ്ങൾ കണ്ടു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്താണ് എന്താണ് അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ, അവിടെ പ്രത്യേകതകൾ പഠിച്ചതാണ്. അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട അക്ഷാംശമാണ് നമ്മുടെ ഭൂമധ്യരേഖ അക്ഷാംശം. ഏറ്റവും വലിയ അക്ഷാംശമാണ് ഭൂമധ്യരേഖ അക്ഷാംശം. 0 ഡിഗ്രി അക്ഷാംശം എന്ന് അറിയപ്പെടുന്നു. എന്താ പറയാ, ലാറ്റിറ്റ്യൂഡ് അല്ലെ, ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ്, ഇവിടെ ലാറ്റിറ്റ്യൂഡ് ആണ്. അപ്പൊ ഇവിടെ ഭൂമധ്യരേഖ വടക്ക് 10 ഡിഗ്രി, തെക്ക് 10 ഡിഗ്രി ആയിട്ട് വ്യാപിച്ചിരിക്കുന്ന കാലാവസ്ഥ മേഖലയാണ് ഏത്, നമ്മുടെ ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖല. പേര് തന്നെയുണ്ട്, ഭൂമധ്യരേഖയുടെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അത് വടക്ക് 10 ഡിഗ്രി, തെക്ക് 10 ഡിഗ്രി. ഇനി ഇവിടെ ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖല ഈ ചുമന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഏതൊക്കെയാണ് ഭൂഖണ്ഡങ്ങൾ? ഇപ്പൊ തെക്കേ അമേരിക്കയിലുണ്ട്, വടക്കേ അമേരിക്കയിലുണ്ട്, ഏഷ്യയുടെ തെക്ക് കിഴക്കൻ ഏഷ്യ ഭാഗങ്ങളിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, വ്യാപിച്ചെടുക്കുന്നുണ്ട്. അത് ഏതെല്ലാം രാജ്യങ്ങളാണെന്നുള്ളതാണ് പഠിച്ചു വെക്കേണ്ടത്. അപ്പൊ ആഫ്രിക്കയിലെ ഏതെല്ലാം രാജ്യങ്ങളുണ്ട് ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖല. അപ്പോ അതുകൊണ്ട് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ HSA പ്രിപ്പയർ ചെയ്യുമ്പോൾ വേൾഡ് മാപ്പിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കണം. ഓരോ ഭൂഖണ്ഡങ്ങൾ, ഇപ്പൊ വടക്കേ അമേരിക്കയിലെ രാജ്യങ്ങൾ, തെക്കേ അമേരിക്കയിലെ രാജ്യങ്ങൾ, അവ എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത്, ആഫ്രിക്കയിലെ രാജ്യങ്ങൾ, ഏഷ്യയില് യൂറോപ്പിന്റെ ഭാഗത്തുള്ള ഈ അതേപോലെ നമ്മുടെ UAE, അറേബ്യൻ രാജ്യങ്ങൾ, അതൊക്കെ ഏതെല്ലാം ഭാഗങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഏഷ്യ, ഓസ്ട്രേലിയ, അവിടേക്കുള്ള എല്ലാ പ്രത്യേകതകളും നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഉത്തരം ചെയ്യാൻ പറ്റും. ഇപ്പൊ ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖല, അപ്പൊ ഭൂമധ്യരേഖയുടെ അടുത്ത് നിൽക്കുന്ന രാജ്യങ്ങളാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റണം ആ രാജ്യം കാണുമ്പോൾ. ഇപ്പൊ ആഫ്രിക്കയിലെ രാജ്യം എന്നറിയാം, പക്ഷെ അത് ആഫ്രിക്കയില് ഭൂമധ്യരേഖയുടെ അടുത്താണോ, അത് ആഫ്രിക്കയുടെ തെക്ക് ഭാഗത്താണോ എന്നുള്ള സംശയം ഉണ്ടായിരിക്കും. അപ്പൊ അതേപോലെ തെക്കേ അമേരിക്കയിലെന്നറിയാം, ആ തെക്കേ അമേരിക്കയുടെ വടക്കാണോ തെക്കാണോ ഈ രാജ്യം എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ അറിയണം. അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് മാപ്പ് സ്റ്റഡി ഒരു ജനറൽ ആയിട്ട് നമ്മൾ ആദ്യത്തെ ബേസ് എന്നുള്ള നിലക്ക്, അതൊക്കെ ബേസ് ആണ് ഈ പഠനങ്ങളൊക്കെ. ഇപ്പോ ഇന്ത്യയെ കുറിച്ച്, ഇന്ത്യയുടെ ഭൂപടം, ഇന്ത്യയുടെ സംസ്ഥാനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ബേസിക് സ്റ്റഡിയാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് സോഷ്യൽ സയൻസ് അധ്യാപകര്. പിന്നെ അതേപോലെ തന്നെ വേൾഡ് മാപ്പ് വളരെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ,
അപ്പൊ ശരിക്കും നമ്മളിപ്പോ മൊബൈലിലൊക്കെ വെറുതെ കളിച്ചിരിക്കുന്ന സമയത്ത് ഗൂഗിൾ മാപ്പ് ഒക്കെ എടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഓൺ ആക്കി നോക്കുക, എന്നിട്ട് ജസ്റ്റ് വെറുതെ ഇങ്ങനെ നോക്കുക, രസമാണല്ലോ, സൂം ചെയ്തൊക്കെ ഇങ്ങനെ നോക്കുക, രാജ്യങ്ങൾ, പട്ടണങ്ങൾ ഏതെല്ലാം പ്രദേശങ്ങളിലാണെന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കി എടുക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോ നമുക്ക് നേരെ ഇതിന്റെ പ്രത്യേകതകളിലേക്ക് പോവാം. ഓക്കെ, ആഫ്രിക്കയിൽ എവിടേക്കാണ് കൊടുത്തിട്ടുണ്ട്, ദക്ഷിണ അമേരിക്കയിൽ ഇത് പഠിച്ചു വെക്കണം, തെക്കേ ഏഷ്യയിൽ എവിടേക്കാണ് ഈ ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖല ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ പ്രദേശങ്ങൾ, ദക്ഷിണ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന, തെക്കേ അമേരിക്ക, സൗത്ത് അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്നത്, തെക്കേ ഏഷ്യയിൽ, തെക്ക് കിഴക്ക് ഏഷ്യ ഭാഗങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കും കേട്ടോ. ഇതിലിപ്പോ ഇന്ത്യ അല്ല. ശരിക്കും നമ്മൾ വിചാരിക്കും ചിലപ്പോൾ ഇന്ത്യ ഈ ഒരു 10 ഡിഗ്രിയുടെ അടുത്തായിട്ട് ഇന്ത്യയിൽ കാലാവസ്ഥ അനുഭവപ്പെടുന്നുള്ളൂ. പക്ഷെ ശരിക്കും നമ്മുടെ ഇന്ത്യയുടെ അക്ഷാംശം 8 ഡിഗ്രി മുതലാണ് തുടങ്ങുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് 10 ഡിഗ്രി വരെയല്ല. അപ്പൊ ഇന്ത്യ പെടുവോ? അപ്പൊ ഇവിടെ പറഞ്ഞു ഈ കാലാവസ്ഥ മേഖല സമാനമായ കാലാവസ്ഥ എല്ലാ മേഖലയിലും എന്ത് ചെയ്യണം, കൂടുതൽ മേഖലയിൽ വ്യാപിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഇപ്പൊ ശരിക്കും ഒരു ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖല നമ്മുടെ കേരളം, തമിഴ്നാട്, കർണാടകം ആ ഒരു ഏരിയ മാത്രമായിട്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ കേരളം, തമിഴ്നാട് ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിന്റെ തമിഴ്നാടിന്റെ ഭാഗങ്ങളായിരിക്കും ഒരു ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖലയിൽ വരിക. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇന്ത്യ അത് ബാധിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ചിലപ്പോൾ ഇന്ത്യയിലുള്ള നമ്മുടെ നോർത്ത് ഇന്ത്യയിലുള്ള അതേ ഒരു ക്ലൈമറ്റ് അല്ലല്ലോ കേരളത്തിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കേരളത്തിൽ ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് ആയിരിക്കും. അതെന്തുകൊണ്ടാന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. കാരണം വർഷം മുഴുവൻ സൂര്യപ്രകാശം ലഭിക്കുന്നത് കൊണ്ട് തന്നെ കേരളത്തിൽ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ചൂട് ലഭിക്കുന്നുണ്ട് കേരളത്തിൽ എപ്പോഴും സൂര്യപ്രകാശം. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മിതമായിട്ടുള്ള കാലാവസ്ഥയായിരിക്കും കേരളത്തിന്റെ ഭാഗങ്ങൾ എന്നുള്ളത്. അപ്പൊ തെക്കേഷ്യയിലെ രാജ്യങ്ങളൊന്ന് പഠിച്ചു നോക്കുന്നത് വളരെ നല്ലതാണ്. ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ, പാപ്പുവ സുമാത്ര ദ്വീപ്, ജാവ, ബോണിയ. അപ്പൊ ഇത് പഠിച്ചു വെക്കുക. പ്രധാനമായിട്ട് തെക്കേ ഏഷ്യയിൽ ഈ നമ്മുടെ ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖല സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ ഏതെല്ലാം. ഇന്ത്യയൊക്കെ ഓപ്ഷനിൽ നമ്മൾ തെറ്റിച്ചു പോകും. കാരണം ഇന്ത്യയൊക്കെ ഭൂമധ്യരേഖയുടെ അടുത്തായിട്ട് നമുക്ക് തെറ്റാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്ത്യ ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖലയിൽ വരുന്നില്ല എന്നുള്ളതാണ്. ഇനി വർഷം മുഴുവൻ ഉയർന്ന താപനിലയും വളരെ തോതിലുള്ള മേഖലയുടെ മഴയുമാണ് ഈ മേഖലയുടെ സവിശേഷത. അപ്പൊ ഇനി ഇതൊക്കെ നിങ്ങൾ ഇനി വായിച്ചു നോക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഞാൻ പറഞ്ഞു ഇവിടെ കൂടുതലായിട്ട് നമ്മൾ ഇനി ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ ഇതിന്റെ സമയം കളയുന്നില്ല. അപ്പൊ ഇന്നലെ ഞാൻ അതിന്റെ ഒരു ക്ലാസ് ചെയ്തതായിരുന്നു. പക്ഷെ ടെക്നിക്കൽ ഇറർ കാരണം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇതിന്റെ വോയിസ് ഇല്ല, വീഡിയോ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു സമയം നഷ്ടപ്പെട്ട് എന്റെ അടുത്ത് വന്ന മിസ്റ്റേക്ക് ആണ്, സോറി. അപ്പോ ഇവിടെ ഞാൻ പറയാൻ കാരണം ഇത് കൂടുതൽ എന്ത് ചെയ്യാം, അപ്പോൾ ഞാനിത് പ്രിന്റ് എടുക്കാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. പ്രിന്റ് എടുക്കുക, അത് പഠിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞു ഇത് മനസ്സിലാവാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് വായിച്ച് നമ്മൾ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇത് ചെയ്യാനുള്ളത്. പിന്നെ ഇത് കാണുമ്പോൾ വളരെ വലുതാണ്, ഇത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട് വലിയ നോട്ടാണല്ലോ എന്നുള്ള ആ ഒരു ചിന്തയൊന്നും വേണ്ട. കാരണം ടെക്സ്റ്റ് ബുക്കാണ്, പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പൊ എന്തായാലും ചോദ്യം വരും എന്നുള്ളതാണ്. ഇപ്പൊ പുതിയ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുള്ള 5 മുതൽ 10 വരെ മാറിയിട്ടുള്ള എല്ലാം നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഈ സിലബസിൽ ഏതൊക്കെ ചാപ്റ്റർ വരുന്നുണ്ട് ഓരോന്നും നമ്മൾ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നോട്ടിലേക്ക് ഇത് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് പ്രിന്റ് എടുക്കുക, പഠിച്ചോളാം. ഓക്കെ, നന്നായിട്ട് ഇത് വായിച്ച് മനസ്സിലായിക്കോളൂ. കാരണം കുറെ കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഈ ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖലയുടെ പ്രത്യേകതകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. പിന്നെ അതേപോലെ ഇപ്പൊ ഞാൻ കുറച്ച് പോയിന്റോടെ മാർക്ക് ചെയ്തില്ലേ, നിത്യഹരിത വനങ്ങൾ ധാരാളമായി ഇവിടെ കാണപ്പെടുന്നു. ഇനി വർഷം മുഴുവൻ താപനില ഏറെക്കുറെ ഒരേപോലെയാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ. താപനിലയിൽ കാര്യമായ വ്യതിയാനം ഉണ്ടാകുന്നില്ല. ഭൂമധ്യരേഖാ പ്രദേശത്ത് കാലികമായും ദൈനികമായും താപനില കാര്യമായ വ്യതിയാനം ഉണ്ടാകുന്നില്ല. മാസിക ശരാശരി താപനിലയും വാർഷിക ശരാശരി താപനിലയും 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ തന്നെ ഭൂമധ്യരേഖാ പ്രദേശത്ത് ശൈത്യകാലം അനുഭവപ്പെടാറില്ല. സൂര്യരശ്മികൾ ലംബമായിട്ടാണ് പതിക്കുന്നത്. അപ്പൊ അതൊക്കെ വായിച്ചു നോക്കുക. അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിൽ കനത്ത സംവഹന മഴയ്ക്ക് കാരണമാകുന്നു. ഓക്കെ, പിന്നെ ഇവിടെയുള്ള മഴ കണ്ടില്ലേ, എത്രയാണ്? ഏകദേശം 175 സെന്റിമീറ്റർ മുതൽ 250 സെന്റിമീറ്റർ വരെയാണ് ഇവിടുത്തെ വാർഷിക മഴ. ഈ പോയിന്റുകളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഇവിടെ ശൈലവൃഷ്ടിയും ഉണ്ടാവാറുണ്ട്. ഇന്തോനേഷ്യയിലും ആഫ്രിക്കയിലും പർവ്വത പ്രദേശങ്ങൾ ശൈലവൃഷ്ടി ലഭിക്കുന്നത്. ചക്രവാത വൃഷ്ടിയും ഇവിടെ ഉണ്ടാകുന്നുണ്ട്, മഴ. അതേപോലെ തന്നെ ഇവിടെ സാവന്ന പ്രദേശങ്ങളിൽ പോലെ ഒരു പ്രത്യേക വരണ്ട കാലം അനുഭവപ്പെടുന്നില്ല. നിർവാത മേഖല അനുഭവപ്പെടുന്നു. നിർവാത മേഖലയെ കുറിച്ചൊക്കെ നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഏതെല്ലാം ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പഠിക്കാനുണ്ട്. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല ആ ഭാഗങ്ങൾ നിർവാത മേഖലയാണ് അവിടെ അനുഭവപ്പെടുന്നത്. കാരണം അവിടെ വർഷം മുഴുവൻ ഉയർന്ന അളവിൽ സൗരോർജ്ജം ലഭിക്കുന്നത് മൂലം ഭൂമധ്യരേഖയ്ക്കുടനീളം താപജന്യമായ ഒരു ന്യൂനമർദ്ദ മേഖല രൂപപ്പെടുന്നു. ഇവിടെ വായുവിന്റെ തിരച്ചിന സഞ്ചാരം സാധ്യമാകുന്നില്ല. നിർവാത മേഖല എന്നാണ് ഈ മേഖല അറിയപ്പെടുന്നത്. ഇരു അർദ്ധഗോളങ്ങളിലും ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് വീശുന്ന വാണിജ്യവാദങ്ങളുടെ സംഭാജന മേഖല കൂടിയാണിത്.
ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഭാഗത്താണ്. ഇവിടുന്നൊക്കെ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്തെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യും. എവിടെയാണ് നമുക്ക് ഒരു ടോപ്പിക്ക് വരാനുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ അതിന്റെ സമയം കളയുന്നില്ല. അപ്പൊ ഉയർന്ന താപനിലയും നേരിയ താപാന്തരവും വർഷം മുഴുവൻ മഴയിൽ ലഭിക്കുന്ന പ്രദേശമാണ്. അതുപോലെ ആഫ്രിക്കയിൽ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ശിഖരമാണ് ഇത് കിളിമഞ്ചാരം. ഉയരം ഏകദേശം 5895 മീറ്റർ ആണ്. എന്റെ നാട്ടുകാരനായിട്ടുള്ള നിലമ്പൂർ സ്വദേശിയായിട്ടുള്ള എരുമമുണ്ടയിലുള്ള സഫ്വാൻ എന്ന് പറഞ്ഞ താൻസാനിൽ ജോലി ചെയ്യുന്നതാണ്. അപ്പോ ഈ കിളിമഞ്ചാരോ കീഴടക്കിയ ഇന്ത്യക്കാരിൽ ഒരാള് നമ്മുടെ സുഹൃത്താണ്, നമ്മുടെ ഒറ്റ സുഹൃത്താണ്. അദ്ദേഹം അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ കിളിമഞ്ചാരം ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ശിഖരമായ കിളിമഞ്ചാരോ ഉയരം 5895 മീറ്റർ ആണ് അതിന്റെ ഹൈറ്റ്. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന കൊടുമുടിയാണിത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നോക്കാനുള്ളത്. അതേപോലെ തന്നെ ഗിനിയയുടെ തീരങ്ങളിൽ രാത്രികാലങ്ങളിൽ വീശുന്ന ഹർമാറ്റൻ എന്ന പ്രാദേശിക വാതകം അവിടെ താപനില കുറക്കുന്നു. ഇനി നോക്കാനുള്ളത് വർഷം മുഴുവൻ ലഭിക്കുന്ന ശരാശരി മഴയും ഉയർന്ന താപനിലയുമാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ കാലാവസ്ഥയുടെ പ്രധാന സവിശേഷത. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ അധ്യായമാണല്ലോ 10ാം ക്ലാസ്സിലെ. അപ്പൊ ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ടാമത്തെ അധ്യായത്തിൽ ഏകദേശം 8 കാലാവസ്ഥാ മേഖലകളെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ മൂന്നാമത്തേല് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയും അതുപോലെ തന്നെ ടണ്ട്ര മേഖല, അതായത് നമ്മുടെ ഇക്വേറ്ററിലും അതേപോലെ 90 ഡിഗ്രി ആ ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിലെ കാലാവസ്ഥയെ വിശദീകരിക്കുകയാണ് ഈ മൂന്നാമത്തെ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ ക്ലൈമാറ്റിക് റീജിയനിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖല വിശദമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. കാരണം മൂന്നാമത്തെ അധ്യായത്തിലെ പോയിന്റുകൾ ഇതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്, ആ ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മറ്റുള്ള കാലാവസ്ഥാ മേഖലകളെ കുറിച്ച് നമ്മൾ വിശദീകരിക്കുന്നില്ല. കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇവിടെ തുണ്ട്ര മേഖല അതേപോലെ തന്നെ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല നമ്മൾ വളരെ നല്ല രീതിയിൽ അത് പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി കണ്ടോ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ നൈസർഗിക സസ്യജാലങ്ങൾ. ഇപ്പൊ ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നിയത് നമ്മൾ നാച്ചുറൽ സയൻസ് HSA പ്രിപ്പയർ ചെയ്യാണെന്നുള്ളത്. അപ്പൊ അത് നാച്ചുറൽ സയൻസുകാരുടെ ഒരുപാട് കാര്യങ്ങളൊക്കെ കൂടെ പറയുന്നുണ്ട്. എന്നാലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് പറഞ്ഞതുകൊണ്ട്, കാരണം നമ്മൾ സോഷ്യൽ സയൻസുകാർക്ക് എല്ലാം വേണം, കെമിസ്ട്രി അറിയണം, ഫിസിക്സ് അറിയണം, മാത്സ് അറിയണം, അതേപോലെ തന്നെ എല്ലാ വിഷയങ്ങളെ കുറിച്ച് എന്തുണ്ടായിരിക്കണം, ഒരു നല്ല ധാരണ ആർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്, സോഷ്യൽ സയൻസ് അധ്യാപകർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഈ പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ചോദ്യങ്ങൾ വന്നാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അപ്പൊ ഇതൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുക, വായിച്ച് മനസ്സിലാക്കി കൊടുക്കണം. ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടാവും. ഈ ഉഷ്ണമേഖലാ മഴക്കാടുകൾ എന്നറിയപ്പെടുന്ന നിബിഡ വനങ്ങളാണ് ഈ കാലാവസ്ഥ മേഖലയുടെ പ്രത്യേകത. എവിടെ ഇത് വ്യാപിച്ചു കിടക്കുന്നത്? തെക്കേ അമേരിക്കയിലെ ആമസോൺ തടം, മധ്യ-പശ്ചിമ ആഫ്രിക്ക, ഇന്തോനേഷ്യ, മലായ് ഉപദ്വീപ്, ന്യൂഗിനിയ എന്നിവിടങ്ങളിലായിട്ട് ഈ മഴക്കാടുകൾ വ്യാപിച്ചിരിക്കുന്നു. ഇനി ആമസോൺ തടത്തിൽ കാണപ്പെടുന്ന മഴക്കാടുകളെ സെൽവാസ് എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ഇതും ഒരു പ്രധാന പോയിന്റ് ആണ്. ആമസോൺ തടത്തിൽ കാണപ്പെടുന്ന മഴക്കാടുകളാണ് എന്ത്? സെൽവാസ് എന്ന് വിളിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, അതേപോലെ തന്നെ നിത്യഹരിതവനമായിട്ട് ഇവിടെ കാണപ്പെടുന്നു. ഭൂമധ്യരേഖ നിത്യഹരിതവനങ്ങളൊക്കെ ഇവിടെ വിളിക്കാറുണ്ട്. ഇവിടെയുള്ള സസ്യങ്ങളാണ് വലിയ വൃക്ഷങ്ങളൊക്കെയാണ് എബണി, മഹാഗണി, സിൻഗോണ, റോസ് എന്നറിയപ്പെടുന്ന ഇതെല്ലാം. പിന്നെ ചെറുവനകൾ, ലിയാനസ് പോലുള്ള വള്ളിച്ചെടികൾ, മരവാഴകൾ പോലുള്ള എപ്പിഫൈറ്റ് വ്യാഘാതം വരുന്ന സസ്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നാച്ചുറൽ സയൻസ് ആണെന്ന് നമുക്ക് തോന്നും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുന്നത് വളരെ നന്നായിരിക്കും. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. വൃക്ഷങ്ങളുടെ അവരുടെ ഓരോ വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള പ്രത്യേകതകളെ കുറിച്ച്. അപ്പൊ അതൊന്നും ഇപ്പൊ നമ്മുടെ ഭാഗമല്ല, ഇവിടെ നിന്നൊന്നും ചോദ്യം വരാൻ സാധ്യതയില്ല. പക്ഷെ ചിത്രമൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അപ്പോ ഇതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, പിന്നെ നമ്മുടെ ഈ നിത്യഹരിത മഴക്കാടുകൾ, ഈ ആമസോൺ തടം, ഇങ്ങനെയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടേക്ക് വ്യാപിച്ചു കിടക്കുന്ന മഴക്കാടുകൾ, ഇതൊക്കെ ലോകത്തിന്റെ ശ്വാസകോശം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കാറുള്ളത്. ഇനി അതേപോലെ തന്നെ ഭൂമധ്യരേഖ മഴക്കാടുകൾ സ്ഥാനമാറ്റ കൃഷി നടക്കാറുണ്ട്. ഇങ്ങനെയുള്ള കൃഷികളെ കുറിച്ചൊക്കെ നമുക്ക് അടുത്തത് അഗ്രികൾച്ചർ, ടൈപ്പ് ഓഫ് അഗ്രികൾച്ചർ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞ നമ്മുടെ ടോപ്പിക് ഉണ്ടല്ലോ ഇവിടെ. ടൈപ്പ് ഓഫ് അഗ്രികൾച്ചർ ഇൻ ദ വേൾഡ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അയൺ ഓർ ആൻഡ് കോൾ ഇൻ ദ വേൾഡ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഡസ്ട്രീസ്, അയൺ ആൻഡ് സ്റ്റീൽ, കോട്ടൺ, ടെക്സ്റ്റൈൽ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ഒറ്റ ക്ലാസ് ആയിരിക്കും നമ്മൾ ചെയ്യുക. അതിന്റെ ഒരൊറ്റ ക്ലാസ് നമ്മൾ ചെയ്യും. അതിന്റെ പ്രിന്റ് എടുക്കാനുള്ള മെറ്റീരിയൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് അതിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിൽ ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇനി ഭൂമധ്യരേഖ കാലാവസ്ഥ ജന്തു വൈവിധ്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക.
ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖലയിലെ മനുഷ്യജീവിതം. അവിടെയുള്ള പ്രധാനപ്പെട്ട ഗോത്രവർഗ്ഗങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന് ആഫ്രിക്കയിലെ പിഗ്മികളുണ്ട്, ആമസോൺ തടത്തിലെ ഇന്ത്യൻ ഗോത്ര വിഭാഗക്കാരുണ്ട്, മലേഷ്യയിലെ ഒറാങ് ആസ്ലി ഗോത്ര വിഭാഗക്കാരുണ്ട്. ഒക്കെ ഇവിടെയുള്ള തദ്ദേശീയരാണ്. പിഗ്മികളെ കുറിച്ച് പറയുന്നു. അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മാത്രമാണുള്ളത്. പിന്നെ വെട്ടിച്ചൂട്ട് കൃഷിയെ കുറിച്ചൊക്കെ പറയുന്നത്, അതൊക്കെ നമ്മൾ അടുത്ത ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാം. ടൈപ്പ് ഓഫ് അഗ്രികൾച്ചർ ഇൻ ദ വേൾഡിൽ വിശദമായിട്ട് പഠിക്കാണ്ട്. ഇനി ഇവിടെയുള്ള പ്രധാനപ്പെട്ട വിളകളൊക്കെ കണ്ടോ, ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്തൊക്കെ ഒന്ന് വായിച്ച് പഠിക്കുക. ഏതൊക്കെയാണ് അവിടെയുള്ള പ്രധാനപ്പെട്ട വിളകൾ? മരച്ചീനി, ചേന, ചോളം, വാഴ, നിലക്കടല. അതേപോലെ തന്നെ പ്രധാന നാണ്യവിളയാണ് ഏത്? നമ്മുടെ മധ്യരേഖ കാലാവസ്ഥ മേഖലയിലുള്ളത് റബ്ബറൊക്കെയാണ്. ലോകത്തിൽ റബ്ബർ ഉൽപാദനത്തിന് മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങൾ മലേഷ്യ, ഇന്തോനേഷ്യ ഒക്കെ കേട്ടോ. അതേപോലെ തന്നെ മറ്റൊരു കൃഷിയാണ് ഏത്? കൊക്കോ. അതുപോലെ മറ്റുള്ള പ്രധാനപ്പെട്ട എണ്ണപ്പന, തെങ്ങ്, കരിമ്പ്, തേയില, കാപ്പി, വാഴ, കൈതച്ചക്ക. ഓക്കെ. ഇവരൊക്കെ നാടോടികളായിട്ടാണ് ഈ ഭാഗത്തുള്ള ആളുകൾ ജീവിച്ചിരുന്നതെങ്കിലും പക്ഷെ അവർക്ക് ഒരുപാട് വിനോദസഞ്ചാരങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതിനുള്ള ഉദാഹരണങ്ങളാണ് ബൊഗോട്ട, കൊളംബിയയുടെ തലസ്ഥാനമാണ് ഇത്, നമ്മുടെ ബൊഗോട്ട. സിംഗപ്പൂർ, ജക്കാർത്ത, ഇക്വിറ്റാസ്, ക്വിറ്റോ, ആമസോൺ തടത്തിലെ മനൌസ്, ഡെലെ, ബ്രസീൽ തുടങ്ങിയ നഗരങ്ങൾ ചില ഉദാഹരണങ്ങളാണ്. ചിട്ടയായ ആസൂത്രണത്തിലൂടെയും കടന്നുപ്രയത്തിലൂടെയൊക്കെയാണ് വളരെയധികം പുരോഗതി കൈവരിച്ചിട്ടുള്ള പ്രദേശങ്ങളാണ് മലേഷ്യ, സിംഗപ്പൂർ, കിഴക്കൻ ബ്രസീലും. ഓക്കെ. ഇനി ആമസോൺ മേഖലയിലെ മലേഷ്യൻ ഭൂമധ്യരേഖാ പ്രദേശങ്ങളെയും പാർപ്പിടങ്ങളെ കുറിച്ചാണ്. ഇവിടെ ആമസോൺ തടത്തിൽ ആളുകൾ താമസിക്കുന്നത് മലോങ് എന്ന പ്രത്യേകതരം വീടുകളാണ്. മലോഗ. ഓക്കെ, മലോഗ എന്ന പ്രത്യേകതരം വീട്ടിലാണ്. മലേഷ്യയിൽ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളെ കമ്പോങ്സ് എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ ടെക്സ്റ്റിലുള്ളതാണ്, പഠിച്ചു വെച്ചോളത്. ഓക്കെ. പിന്നെ ഈ മേഖലയിൽ ഒരുപാട് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖല അനുഭവപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു രോഗമാണ് നിദ്രാരോഗം എന്നറിയപ്പെടുന്നത്. ഭൂമധ്യരേഖ കാലാവസ്ഥ, ഭൂമധ്യരേഖ മഴക്കാടുകൾ ഉണ്ടാവും. ഭൂമധ്യരേഖ മഴക്കാടുകളിൽ കാണപ്പെടുന്ന ഒരു രോഗമാണ് നിദ്രാരോഗം, സ്ലീപ്പിംഗ് സിക്നസ്. ഇവിടെ ഈ രോഗം പകരുന്നത് ഈച്ചകളിലൂടെയാണ്. ഭൂമധ്യരേഖ മഴക്കാടുകളിൽ കൊതുക് പരത്തുന്ന മറ്റൊരു മാരക രോഗമാണ് യെല്ലോ ഫീവർ. ഓക്കെ ആണല്ലോ അല്ലെ? ഇനി നമുക്ക് നോക്കാം. ഈ പോയിന്റുകളൊക്കെ ഒന്ന് അയച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണുള്ളത്. ഇനി നോക്കുക, ലോകത്തിലെ ആകെ വനഭൂമിയുടെ ഏതാണ്ട് 1/3 വനപ്രദേശം സ്ഥിതി ചെയ്യുന്നത് ആമസോൺ തടം, കോങ്കോ തടം, തെക്ക് കിഴക്കൻ ഏഷ്യ എന്നീ ഭാഗങ്ങളിലാണ് അനുഭവപ്പെടുന്നത്. ഓക്കെ. ഇനി നമുക്ക് നോക്കാനുള്ള രണ്ടാമത്തെ ഒരു കാലാവസ്ഥാ മേഖലയാണ് മൺസൂൺ കാലാവസ്ഥാ മേഖല. ഇപ്പോ മൺസൂൺ കാലാവസ്ഥാ മേഖല ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്തേക്ക് എത്തി. നമ്മുടെ രാജ്യം ഉൾപ്പെടുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മഴ ലഭിക്കുന്ന മുഖ്യമായും മൺസൂൺ മൺസൂൺ കാലത്താണ്. മൺസൂണിനെ കുറിച്ചൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് നമുക്ക് പഠിക്കാണ്ട്. നമ്മുടെ പഴയ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ക്ലൈമറ്റിൽ ഡിഫറെന്റ് അവിടെ നമുക്ക് പഠിക്കാണ്ട്. അപ്പൊ നമ്മളായിട്ട് ചർച്ച ചെയ്യും. കാലികമായി ദിശാവ്യതിയാനം മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നു. ദിശാവ്യതിയാനം സംഭവിക്കുന്ന കാറ്റുകളാണ് നമ്മുടെ മൺസൂൺ കാറ്റുകൾ. വേനൽക്കാലത്ത് കടലിൽ നിന്നും കരയിലേക്കും ശൈത്യകാലത്ത് തിരിച്ച് കരയിൽ നിന്ന് കടലിലേക്കും ഈ കാറ്റുകൾക്ക് ഗതിമാറ്റം സംഭവിക്കുന്നു. മൺസൂൺ കാറ്റുകൾക്ക് നിർണായക സ്വാധീനം ഉള്ളത് കൊണ്ടാണ് ഈ മേഖല മൺസൂൺ കാലാവസ്ഥ മേഖല എന്നറിയപ്പെടുന്നത്. അപ്പൊ ലോകത്തിൽ മറ്റു ചില പ്രദേശങ്ങളിൽ സമാനമായ കാലാവസ്ഥ അനുഭവപ്പെടാറുണ്ട്. അപ്പൊ മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ നോക്കിക്കൂടാ. ഈ മൺസൂൺ കാലാവസ്ഥ മേഖലയോടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അത് ഇപ്പൊ നിങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ ഒക്കെ ബഹുഭൂരിഭാഗം പ്രദേശങ്ങളും, ഇന്ത്യ മൊത്തത്തിൽ മൺസൂൺ കാലാവസ്ഥാ മേഖലയുടെ അണ്ടറിലാണ് ഇന്ത്യ വരുന്നത്. അതേപോലെ തന്നെ ആഫ്രിക്കയുടെ തെക്ക് കിഴക്കൻ മേഖലകളില്, അതുപോലെ തന്നെ നമ്മുടെ തെക്കേ അമേരിക്കയുടെ വടക്കേ മേഖലയിൽ, വടക്കേ അമേരിക്ക തെക്ക് ഭാഗങ്ങളിലായിട്ട്, അതേപോലെ തെക്കേ അമേരിക്കയുടെ കിഴക്ക് ഭാഗങ്ങളിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നത് വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അപ്പൊ ഈ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറൊക്കെ ശരിക്കും എന്ത് ചെയ്യാം, ഒരു കാരണവശാലും മാറരുത്. ഇപ്പൊ ഇവിടെ നിങ്ങൾ കണ്ടോ, ഇവിടെ നോർത്ത് സൗത്ത് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, വെസ്റ്റ് ഈസ്റ്റ് എന്നൊക്കെ മാപ്പിൽ തന്നെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ വെച്ചിട്ട് അത് നോക്കി വെക്കുക. ഓക്കെ. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഏഷ്യൻ പ്രദേശങ്ങൾ ഏതൊക്കെയാന്ന് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാനാണത്. മ്യാൻമാർ, തായ്ലൻഡ്, ലാവോസ്, കംബോഡിയ, വിയറ്റ്നാം, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, മലേഷ്യ. പിന്നെ ചൈനയുടെ തെക്കൻ ഭാഗങ്ങളും ഓസ്ട്രേലിയയുടെ വടക്കൻ ഭാഗങ്ങളും ദക്ഷിണ അമേരിക്കയിലെ ചില പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് കിടക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇത് ഏതെല്ലാം രാജ്യങ്ങളാണ് വരുന്നത് എന്നുള്ളതൊന്ന് നോക്കി വെക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പൊ ഇനി ഇവിടെയുള്ള സവിശേഷതകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്മുടെ മൺസൂൺ കാലാവസ്ഥ മേഖലയെ കുറിച്ച് ആർദ്രവും ദീർഘവുമായ വേനൽക്കാലവും വരണ്ടതും ഉത്സവമായ ശൈത്യകാലവും മൺസൂൺ കാലാവസ്ഥയുടെ സവിശേഷതയാണ്. മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ ദൈനിക താപാന്തരം തീരപ്രദേശങ്ങളിൽ വളരെ കുറവും ഉൾപ്രദേശങ്ങളിൽ വളരെ കൂടുതലുമായിരിക്കും.
ഇനി ദൈനിക താപാന്തരത്തിലെ ഈ വ്യത്യാസം എന്തുകൊണ്ടായിരിക്കാം? അതൊക്കെ നോക്കി വെക്കുക. ഉയർന്ന മേഘാവൃതം, ഉയർന്ന ഈർപ്പം, ഇടയ്ക്കിടെയുള്ള മഴ, കാറ്റിന്റെയും വായുവിന്റെയും ഒക്കെ സഞ്ചാരമാണ്. ഇനി ഇവിടെ നോക്കുക, കേവലം 50 സെന്റിമീറ്റർ മാത്രം വാർഷികമായി ലഭിക്കുന്ന പ്രദേശം മുതൽ 1000 സെന്റിമീറ്ററിന് മുകളിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ വരെ ഈ മേഖലയിലുണ്ട്. അപ്പൊ മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ സംഭാവന മഴ ലഭിക്കാറുണ്ടോ? അതെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി നോക്കിക്കോളൂ, കാരണം സംഭാവന മഴയൊക്കെ നമുക്ക് വേറെ പഠിക്കാനുണ്ട്. ഇനി ഇതോടെ വിശദീകരിച്ച് സമയം കളയുന്നില്ല. ഈ മേഖലയിൽ പൊതുവെ നിത്യഹരിത വൃക്ഷങ്ങളും ഇലപൊഴിയൻ വൃക്ഷങ്ങളും ഒക്കെ ഇവിടെ കാണപ്പെടുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെ വായിച്ചു നോക്കുക. ഇവിടെയുള്ള പ്രധാനപ്പെട്ട കൃഷികളാണ്, ഉഷ്ണമേഖലാ വിളകളാണ് നെല്ല്, കരിമ്പ്, ചണം, പരുത്തി, തേയില, കാപ്പി. അതേപോലെ ഇതൊരു പ്രധാന പോയിന്റ് കേട്ടോ. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റിൽ വരാം. ലോകത്തിലെ ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിൽ ഒന്നാണ് ഇത് നമ്മുടെ മൺസൂൺ മേഖല. ഇതൊക്കെ എന്ത് ചെയ്യാം, ഇപ്പോ ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രത പ്രദേശങ്ങളിലൊന്ന് ഭൂമധ്യരേഖ കാലാവസ്ഥ, ഭൂമധ്യരേഖ മേഖല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ശരിയായത് ഏതാണ്? ഇത് പ്രധാന ഒരു പോയിന്റ് ആണ്. സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് ഈ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഈ വിളകളെ ഉഷ്ണമേഖല വിളകൾ എന്നാണ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞത് പോട്ടെ. ഇനി ഇത് നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് അഗ്രികൾച്ചർ ഇൻ ദ വേൾഡിൽ പഠിക്കാം. രാജ്യം, പ്രദേശം, അവിടെ അറിയപ്പെടുന്ന ഷിഫ്റ്റിംഗ് കൃഷികളൊക്കെ അവിടെ നോക്കാം. ഇനി മൂന്നാമതാണ് സാവന്ന കാലാവസ്ഥ മേഖല. ഇതെവിടെ സ്ഥിതി ചെയ്യുന്നു? ഇരു അർദ്ധഗോളങ്ങളിലും 10 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ, അതായത് ഉത്തരാർദ്ധഗോളത്തിൽ 10 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ, ദക്ഷിണാർദ്ധഗോളത്തിൽ 10 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖലാ പുൽമേടുകളാണ് സാവന്ന. ഇത് കുറച്ച് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. അവിടെ വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത പേരുകളിലാണ് ഈ പുൽമേടുകൾ അറിയപ്പെടുന്നത്. ആഫ്രിക്കയിൽ സാവന്ന എന്നും, തെക്കൻ ബ്രസീലിൽ കാംബോസ് എന്നും, വെനിസ്വേലയിൽ ലാനോസ് എന്നും അറിയപ്പെടുന്നു. ഇപ്പൊ വെനിസ്വേലയിൽ ലാനോസ്, ഇപ്പൊ വെനിസ്വേലയുടെ ആ ഈ ലാനോസ് അത് കണക്ട് ചെയ്യാൻ പറ്റും. ആഫ്രിക്കയിൽ പിന്നെ സാവന്ന ആണ് ആഫ്രിക്കയിൽ വരുന്നത്. തെക്കൻ ബ്രസീലില് കാംബോസ് ഒരു ഫുട്ബോൾ കളിക്കാരന്റെ പേരൊക്കെ പോലെ കണ്ടില്ല, കാംബോസ്, കാർലോസ് ഒക്കെ ബ്രസീലിലെ കളിക്കാരനല്ലല്ലോ കാർലോസ്. അപ്പൊ ആ കാംബോസ് ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുമോ ഈസി ആയിട്ട് ഓർത്ത് വെക്കാവുന്നതാണ് ആ സമയത്ത്. ആഫ്രിക്കയിൽ പിന്നെ സാവൻ എന്താന്നുള്ള കണക്ഷൻ നോക്കുക. അപ്പോ വെനിസ്വേല ലാനോസും ബ്രസീൽ കാംബോസും കിട്ടിക്കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും. അപ്പൊ അത് ഈസി ആയിട്ട് പഠിക്കാം. ഉഷ്ണമേഖലാ പുൽമേടുകൾ ഏതെല്ലാം രാജ്യങ്ങൾ വ്യാപിച്ചിരിക്കുന്നു? ആഫ്രിക്കയിൽ ഏതെല്ലാം രാജ്യങ്ങളാണ്? തെക്കേ അമേരിക്കയിൽ. ഏഷ്യയിലുള്ളത് നമ്മൾ പഠിച്ചു നോക്കണം. ഇന്ത്യ, ശ്രീലങ്ക, ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ്, തായ്ലാന്റ്, മ്യാൻമാർ. ഇവിടെയൊക്കെയാണ് ഉഷ്ണമേഖലാ പുൽമേടുകൾ ഏഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ. ഓസ്ട്രേലിയ ഇത് വ്യാപിച്ചിരിക്കുന്നു. ഇനി ഇവിടുത്തെ വാർഷിക ശരാശരി താപനില, ഇതൊക്കെ പ്രധാനമാണ്. ഓരോ കാലാവസ്ഥാ മേഖലയിലും വാർഷിക ശരാശരി താപനിലയുണ്ട്. അത് എത്രയാണ്? ഇവിടെ നോക്കി, 21 ഡിഗ്രി സെൽഷ്യസ് മുതൽ 32 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. 25 ഡിഗ്രി സെന്റിമീറ്റർ മുതൽ 120 സെന്റിമീറ്റർ വരെ വാർഷിക മഴയോടെ ലഭിക്കുന്നുണ്ട്. അതൊക്കെ പഠിച്ചു വെക്കണം. ഇലപൊഴിയും വൃക്ഷങ്ങളും ഉയരം കൂടിയ പുല്ലുവർഗവുമാണ് നമ്മുടെ സാവന്ന മേഖലയിലെ പ്രധാന സസ്യങ്ങൾ. ഡ്രൈ ഫാമിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. മസായികൾ ഈ മേഖലയിൽ പ്രധാനപ്പെട്ട ഒരു ആഫ്രിക്കയിലെ സാവന്ന തദ്ദേശീയ ഗോത്ര വിഭാഗമായ മസായികൾ ഇടജീവിതം നയിക്കുന്ന ആളുകളാണ് അവിടെ ഉള്ളത്. ഓക്കെ, ഇനി ഉഷ്ണമരുഭൂമികൾ. മേഖലയിലെ അക്ഷാംശ പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നുവെങ്കിലും മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളാണ് നമ്മുടെ ഉഷ്ണമരുഭൂമികൾ. ഉഷ്ണമരുഭൂമിയൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഏതെല്ലാം വൻകരകളിൽ അത് ഏതെല്ലാം രാജ്യങ്ങളിലാണ് വ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് കിടക്കുന്നത്. അപ്പൊ ആഫ്രിക്കയിൽ സഹാറ മരുഭൂമി, കലഹാരി, നമി മരുഭൂമി. ഏഷ്യയിൽ അറേബ്യൻ മരുഭൂമി, താർ മരുഭൂമി. ഓസ്ട്രേലിയയിൽ ഗ്രേറ്റ് വിക്ടോറിയ, സിപ്സൺ മരുഭൂമി. വടക്കേ അമേരിക്ക മോഹവ് മരുഭൂമി, ചിഹുവാഹുവാൻ മരുഭൂമി, സൊണോറൻ മരുഭൂമി. ദക്ഷിണ അമേരിക്കയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അറ്റക്കാമ മരുഭൂമി. അപ്പൊ ഭൂമുഖത്തെ ഏറ്റവും ചൂട് കൂടിയ പ്രദേശമാണ് ഏത്? നമ്മുടെ ഉഷ്ണമരുഭൂമികൾ. ശരാശരി വാർഷിക താപനില എത്രയാണ്? 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. സഹാറ മരുഭൂമി അൽ അസീസിയയിൽ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 58 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഉയർന്ന ദൈനിക താപാന്തരവും മരുഭൂമിയിലെ കാലാവസ്ഥ ഏറെ കഠിനമാക്കുന്നു. മരുഭൂമികളിൽ വാർഷിക മഴ പൊതുവെ 25 സെന്റിമീറ്റർ താഴെയാണ് ലഭിക്കാറുള്ളത്. ഓക്കെ, ഇനി നോക്കേണ്ടത് ഇതൊക്കെ പോട്ടെ, ഒന്നും പ്രധാനപ്പെട്ടതല്ല. ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായതുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ സാവന്ന മേഖലയിൽ നമ്മുടെ പ്രധാനമായിട്ട് അവിടെ ആസ്ട്രേലിയയിലെ ചെമ്പ് സ്വർണ്ണ ഖനനവും അറ്റക്കാമ മരുഭൂമിയിലെ മരുഭൂമിയിലെ ചെമ്പ് ഖനനവും ഇതിനൊക്കെ ഉദാഹരണമാണ്. അതേപോലെ തന്നെ സഹാറ മരുഭൂമിയിലും
ഇവിടെ ഭൂമി എന്ന് കൊടുത്തത് സഹാറ മരുഭൂമി എന്ന് കേട്ടോ. മരുഭൂമിയിലും അറേബ്യൻ മരുഭൂമിയിലെയും പെട്രോളിയം നിക്ഷേപം തിരിച്ചറിയുകയും ഖനനം ആരംഭിക്കുകയും ചെയ്തതോടെ ഈ മേഖല മുഖച്ഛായ തന്നെ മാറി. കാരണം അവിടെയുള്ള ധാതു വിഭാഗങ്ങളെ കുറിച്ചാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖലയിലേക്ക് പോകാം. ഭൂപടത്തിൽ മെഡിറ്ററേനിയൻ കാലാവസ്ഥ സ്ഥാനം ശ്രദ്ധിച്ചല്ലോ. ഈ കടലിന് ചുറ്റുമുള്ള പ്രദേശങ്ങളാണ് നമ്മുടെ മെഡിറ്ററേനിയൻ പ്രദേശങ്ങൾ. പച്ച കളറിലൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട് വൻകരകളിലായിട്ട്. അത് ഏതെല്ലാം രാജ്യങ്ങളിലാണെന്നാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. അപ്പൊ വരണ്ട വേനൽക്കാലവും ആർദ്ര ശൈത്യകാലവും അനുഭവപ്പെടുന്ന പ്രദേശമാണിത്. വേനൽക്കാലത്ത് ഏകദേശം 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെ ഇവിടെ താപനില അനുഭവപ്പെടുന്നു. മെഡിറ്ററേനിയൻ കാലാവസ്ഥ കേട്ടോ. ശൈത്യകാലത്തോ 10 ഡിഗ്രി മുതൽ 16 ഡിഗ്രി വരെയാണ് ഉയർന്ന താപനില. ശൈത്യകാലത്ത് 35 സെന്റിമീറ്റർ മുതൽ 75 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്നു എന്നതാണ് ഈ മേഖലയിൽ മറ്റ് കാലാവസ്ഥാ മേഖലകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ശൈത്യകാല മഴ ശീതകാല വിളകൾക്ക് ഏറെ പ്രയോജനപ്രദമാണ്. മെഡിറ്ററേനിയൻ കടലിന്റെ തീരങ്ങൾക്ക് പുറമെ 30 ഡിഗ്രി മുതൽ 45 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ മറ്റ് ചില പ്രദേശങ്ങളിലും സമാന കാലാവസ്ഥ അനുഭവപ്പെടുന്നുണ്ട്. ഈ പ്രദേശങ്ങളെല്ലാം ചേർത്ത് പൊതുവെ മെഡിറ്ററേനിയൻ കാലാവസ്ഥ എന്ന് വിളിക്കുന്നു. ഇനി ഇതാണ് പഠിച്ചു നോക്കേണ്ടത്. തെക്കൻ യൂറോപ്പിലെ മെഡിറ്ററേനിയൻ കാലാവസ്ഥ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ. വടക്കേ അമേരിക്ക, നമുക്കിവിടെ പശ്ചിമേഷ്യ, മിഡിൽ ഈസ്റ്റ്, അതുപോലെ കാലിഫോർണിയ, മധ്യ ചിലി, തെക്ക് പടിഞ്ഞാറൻ ഓസ്ട്രേലിയ, തെക്കൻ ദക്ഷിണാഫ്രിക്ക. പിന്നെ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഓക്ക്, സിക്കോയ ഒക്കെ അവിടെയുള്ള പ്രധാന വലിയ മരങ്ങളാണ്. വൈൻ ഏറ്റവും കൂടുതൽ അവിടെ അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ മേഖലയിൽ. തെക്കൻ യൂറോപ്പിൽ ഇറ്റലിയിലാണ് ഏറ്റവും കൂടുതൽ വൈനൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ മിതോഷ്ണ പുൽമേടുകൾ, അടുത്ത കാലാവസ്ഥാ മേഖലയാണ് മിതോഷ്ണ പുൽമേടുകൾ. ഇരു അർദ്ധഗോളങ്ങളുമായിട്ട് 40 ഡിഗ്രി മുതൽ 55 ഡിഗ്രി വരെ. അപ്പൊ ഉത്തരാർദ്ധഗോളത്തിൽ 40 മുതൽ 55 ഡിഗ്രി വരെ, ദക്ഷിണാർദ്ധഗോളത്തിൽ 40 മുതൽ 55 ഡിഗ്രി വരെ. അപ്പൊ ഇവിടെ നോക്കുക, മിതോഷ്ണ പുൽമേടുകൾ നോക്കിക്കൊള്ളുക. ഓരോ ഭാഗത്തൂടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോ വടക്കേ അമേരിക്കയിൽ പ്രയറി, തെക്കേ അമേരിക്കയിൽ പാംപാസ്, അതുപോലെ തന്നെ വെൽഡ, ഏഷ്യ ആ ഭാഗങ്ങളിൽ, യൂറേഷ്യയുടെ ഭാഗങ്ങളിൽ സ്റ്റെപ്പി, ഓസ്ട്രേലിയയിൽ ഡൗൺസ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടേബിളാണ്. എന്തായാലും പഠിച്ചു വെച്ചുള്ളൂ. ഇതൊക്കെ ചിലപ്പോൾ ചേരുമ്പടി ചേർക്കാനൊക്കെ ഇത് ഉണ്ടായിരിക്കും. സ്റ്റേറ്റ്മെന്റിലൊക്കെ ഈ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. 1 മാർക്കിന്റെ ചോദ്യം വരെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻസിലൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോ ഉത്തരാമേരിക്കയില് പ്രയറികൾ അല്ലെങ്കിൽ പ്രിയറീസ്, USA കാനഡയിലൊക്കെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. ദക്ഷിണാമേരിക്കയിൽ പാമ്പാസ്. ഓക്കെ, പിന്നെ ഈ 6 ഉണ്ടാവില്ല, പാമ്പാർ എന്നുള്ളതല്ല, തെറ്റാണ്. ഇവിടെ ഇത് പാമ്പാസ് എന്ന് മാത്രം പഠിച്ചു വെക്കാം. ഇതൊന്നും നോക്കണ്ട, പാമ്പാസ്. സ്റ്റെപ്പികൾ, ഇവിടെ അവർ ഉദ്ദേശിച്ചത് ഏത് ദക്ഷിണാമേരിക്കയിൽ ഏത് ഭാഗത്തായിരിക്കും? അർജന്റീന ആവാനാണ് സാധ്യത. മാപ്പിൽ നോക്കട്ടെ. ഓക്കെ, അർജന്റീനയിൽ ആവാനാണ് സാധ്യത. ഞാൻ വിട്ടുപോയതാണ്. അപ്പൊ ഇത് അർജന്റീന ആവട്ടെ ഇവിടെ. ഓക്കെ, ക്ലിയർ ചെയ്യാം. ഇനി യൂറോപ്പ്, ഏഷ്യ സ്റ്റെപ്പികൾ, ഓസ്ട്രേലിയ ഡൗൺസ്, ആഫ്രിക്കയിൽ വെൽഡ. ഇനി പ്രിയറിയാണ് ലോകത്തിന്റെ ധാന്യക്കലവറ. ഇത് പഠിച്ചു വെക്കണം. പ്രയറി ലോകത്തിന്റെ ധാന്യക്കലവറ എവിടെയാണ്? ഉത്തരാമേരിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. വളരെ പ്രധാനപ്പെട്ടതാട്ടോ. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളതൊക്കെ വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. ടൈഗ മേഖല, ഉത്തരാർദ്ധഗോളത്തിൽ 55 ഡിഗ്രി മുതൽ 70 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ശൈത്യകാല മേഖലയാണിത്. അപ്പൊ ഇതിന്റെ ഡിഗ്രികൾ ഏതെല്ലാം ഉത്തരാർദ്ധഗോളത്തിൽ, ദക്ഷിണാർദ്ധഗോളത്തിൽ, ഇത് ഓരോന്നും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കണം. അത് നമുക്ക് ചോദ്യത്തിൽ ഇത് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാലം, കാരണം അങ്ങോട്ടേക്കൊക്കെ പോകുമ്പോൾ സൂര്യന്റെ അളവ് കുറഞ്ഞു വരികയും ചെയ്യും. അതുകൊണ്ട് ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാലവും ദീർഘമായിട്ടുള്ള ശൈത്യകാലം ഇവിടെ അനുഭവപ്പെടുന്നു. 15 ഡിഗ്രി മുതൽ 20 ഡിഗ്രി വരെ വേനൽക്കാല താപനില അനുഭവപ്പെടുമ്പോൾ ശൈത്യകാല താപനില -13 മുതൽ -25 വരെ താഴുന്നു. പഠിച്ചു വെക്കണം, പ്രധാനപ്പെട്ടതാണ്. ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങളാണ്. 50 സെന്റിമീറ്റർ മുതൽ 70 സെന്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന ഇവിടെ ശൈത്യകാലത്ത് വർഷണം മഞ്ഞു വീഴ്ചയുടെ രൂപത്തിലായിരിക്കും. ഓക്കെ, ദക്ഷിണാർദ്ധഗോളത്തിൽ ഉയർന്ന അക്ഷാംശങ്ങളിൽ വൻകരകളുടെ വ്യാപ്തി പൊതുവെ കുറവായതിനാൽ ടൈഗ കാലാവസ്ഥ കാണപ്പെടുന്നില്ല. അപ്പോ ദക്ഷിണാർദ്ധഗോളത്തിൽ ഉയർന്ന അക്ഷാംശങ്ങളിൽ വൻകരയുടെ വ്യാപ്തി പൊതുവെ കുറവായതിനാൽ ടൈഗ കാലാവസ്ഥകൾ കാണപ്പെടുന്നില്ല. അതും സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ ഉപ ആർട്ടിക് വിഭാഗത്തിൽപ്പെടുന്ന സ്തൂപികാഗ്ര നിത്യ ഹരിത വൃക്ഷങ്ങളുടെ ഈ മേഖലയിൽ കൂടുതലായി വളർന്നു വരുന്നുണ്ട്. അതേപോലെ സ്തൂപികാഗ്ര വൃക്ഷങ്ങളെ റഷ്യൻ ഭാഷയിൽ ടൈഗ എന്നാണ് വിളിക്കുന്നത്. ഇവ ധാരാളം കാണപ്പെടുന്ന മേഖലയാണ് ഈ മേഖല. സ്തൂപികാഗ്ര നിത്യഹരിത വൃക്ഷങ്ങളായ പൈൻ, ഫിർ, സ്പ്രിസ് എന്നിവയാണ് പ്രധാന സസ്യവർഗങ്ങൾ. ഓക്കെ, അപ്പൊ ടൈഗ മേഖല നോക്കിക്കോളൂ. ഇപ്പൊ നിങ്ങൾ ടൈഗ മേഖല ദക്ഷിണാർദ്ധഗോളത്തിൽ ഇല്ലാന്ന് കണ്ടു. അപ്പൊ ഇതൊക്കെ സ്റ്റേറ്റ്മെന്റിൽ വരാം.
ടൈഗ മേഖല എന്തുകൊണ്ടാണ് ദക്ഷിണാർദ്ധഗോളത്തിൽ ഈ ഇത്രയും ഭാഗത്തല്ല, ഈ ഒരു ആഫ്രിക്കയുടെ കുറച്ച് ഭാഗങ്ങളും അതേപോലെ തന്നെ ഓസ്ട്രേലിയ, തെക്കേ അമേരിക്കയുടെ കുറച്ച് ഭാഗങ്ങളും മാത്രം, പകുതി ഭാഗങ്ങളും മാത്രമാണ് ദക്ഷിണാർദ്ധഗോളത്തിൽ ഈ ഭാഗങ്ങൾ കാണുന്നത്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ഈ ദക്ഷിണാർദ്ധഗോളത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആഫ്രിക്കയുടെ തെക്കേ അമേരിക്കയുടെ ഭാഗങ്ങൾ, ആഫ്രിക്കയുടെ പകുതി ഭാഗങ്ങൾ, ഓസ്ട്രേലിയ, അതേപോലെ തെക്കനേഷ്യയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത്. പക്ഷെ നമ്മുടെ ഈ ഒരു ടൈഗ മേഖലയിൽ വളരെ കുറഞ്ഞ് അവിടെ വൻകരയുടെ സ്ഥാനം വളരെ കുറവായത് കൊണ്ടാണ് അവിടെ ഇല്ലാത്തത് എന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ നോക്കുക, ഉത്തരാർദ്ധഗോളത്തിൽ കൂടുതലായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഏഷ്യയിൽ എവിടേക്കാ? റഷ്യ, വടക്കൻ ചൈന. യൂറോപ്പിലോ? കാരണം റഷ്യ യൂറോപ്പിന്റെയും ഏഷ്യയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് യൂറേഷ്യ എന്നൊക്കെ അറിയപ്പെടുന്നത്. യൂറോപ്പ്, റഷ്യ, സ്കാൻഡിനേവിയൻ, ഫിൻലാൻഡ്, സ്വീഡൻ, നോർവേ. ഉത്തര അമേരിക്കയിൽ കാനഡയിലും അലാസ്കയിലുമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനിയാണ് നമ്മുടെ ഇതിലെ ലാസ്റ്റ് കാലാവസ്ഥാ മേഖലയാണ് ടണ്ട്ര കാലാവസ്ഥ മേഖല. ആർട്ടിക് വൃത്തത്തിന് വടക്ക് അലാസ്ക, കാനഡ, ഗ്രീൻലാൻഡ്, യൂറോപ്പിലെയും ഏഷ്യയിലെയും ആർട്ടിക് സമുദ്ര തീരങ്ങൾ എന്നീ പ്രദേശങ്ങളിലായി വ്യാപിച്ചിരിക്കുന്ന അതിശൈത്യകാല മേഖലയാണ് ഇത് ടണ്ട്ര മേഖല. ഇവിടെ ശൈത്യകാല താപനില -25°C മുതൽ -40° വരെയാണ്. വേനൽക്കാലത്ത് താപനില 10°C വരെ ഉയരാറുണ്ട്. പ്രത്യേകതകൾ പഠിച്ചു നോക്കുക. ഇനി അതേപോലെ തന്നെ ഇവിടെയുള്ള ജീവിക്കുന്നത് നാടോടികളായ നാടോടികളായ ആളുകളാണ് എസ്കിമോ, ലാപ്പാസ് എന്നൊക്കെ ആളുകൾ. ലോകത്തിലെ ഏറ്റവും വടക്കുള്ള പട്ടണം, ഇതും പ്രധാനമാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വടക്കുള്ള പട്ടണം ഇത് നോർവേയുടെ വടക്ക് ആർട്ടിക് കടലിൽ സ്ഥിതി ചെയ്യുന്ന സ്വാൽബാർഡ് ദ്വീപ സമൂഹത്തിലെ ലോങ് ഇയർബൈൻ എന്ന പട്ടണം. വളരെ പ്രധാനമാണിത്. ലോകത്തിലെ ഏറ്റവും വടക്കുള്ള പട്ടണമായത് നോർവേയുടെ വടക്ക് ആർട്ടിക് കടലിൽ സ്ഥിതി ചെയ്യുന്ന സ്വാൽബാർഡ് ദ്വീപ സമൂഹത്തിലെ ലോങ് ഇയർബൈൻ പട്ടണം. അത് പഠിച്ചു നോക്കുക. അപ്പൊ ആ അധ്യായം തുടങ്ങുന്നത് ഈ ലോങ് ഇയർബൈൻ പട്ടണത്തിലെ പ്രത്യേകതകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിച്ചു വെക്കാറുണ്ട്. ഇപ്പൊ നോർവേയുടെ ഭാഗമായി വർഷം മുഴുവൻ മഞ്ഞ് മൂടി കിടക്കുന്ന സ്വാൽബാർഡ് എന്ന ദ്വീപസമൂഹം 1000-ലധികം ജനങ്ങൾ വസിക്കുന്ന ഈ ഖനന പട്ടണത്തെയാണ് ലോകത്തിലെ ഏറ്റവും വടക്കുള്ള ജനവാസ മേഖലയെ കണക്കാക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ജനജീവിതത്തെ കുറിച്ചൊക്കെയാണ് പറയുന്നത്, കാലാവസ്ഥയെ കുറിച്ചൊക്കെ. ശക്തമായിട്ടുള്ള ഹിമപാതം ഉണ്ടാകുന്ന സ്ഥലം. എല്ലാ വർഷവും നവംബർ പകുതി മുതൽ ജനുവരി വരെ ഈ പട്ടണം പൂർണ്ണമായും ഇരുട്ടിലാവുന്നു. നിങ്ങൾ നോക്കുക, അതിന്റെ ഒരു പ്രത്യേകതകളെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ തുടർച്ചയായി 6 മാസം പകലും തുടർച്ചയായി 6 മാസം രാത്രിയായിരിക്കും. ഈ സൂര്യന്റെ സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് പോകുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിലെ നമ്മുടെ ആർട്ടിക് ധ്രുവ പ്രദേശങ്ങളിൽ 6 മാസം രാത്രിയും അവിടെ 6 മാസം അപ്പൊ രാത്രിയാവും. പിന്നെ ഇവിടെ വരുമ്പോൾ നിങ്ങൾ നോക്കുക, ദക്ഷിണാർദ്ധഗോളത്തിൽ ദക്ഷിണ ധ്രുവ അന്റാർട്ടിക് പ്രദേശങ്ങളിൽ 6 മാസമായിരിക്കും അപ്പോൾ അവിടെ പകലുണ്ടായിരിക്കുക, ദക്ഷിണാർദ്ധഗോളത്തിൽ സൂര്യനായിരിക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ധ്രുവരാത്രി എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഈ ഒരു ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. യൂട്യൂബിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ പ്രത്യേകത കണ്ടോ, ബഹുവർണ്ണ നിറത്തിലുള്ള ആകാശവും അതിന്റെ ചുവട്ടിൽ അതേ നിറത്തിൽ തിളങ്ങുന്ന മഞ്ഞുമലകളും നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അതൊക്കെ നമ്മുടെ ഈ ആർട്ടിക് പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. ആ പ്രദേശം എവിടെയാണ്? ലോങ് ഇയർബൈൻ ആട്ടോ, വടക്ക് ഭാഗത്തുള്ള പട്ടണം. ഓക്കെ, ടണ്ട്ര മേഖല നോക്കിക്കോളൂ. കണ്ടോ, ഏകദേശം നമ്മുടെ 66° ഉത്തര ധ്രുവ പ്രദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോ ഏതെല്ലാമാണ്? ഐസ് ക്യാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈ കണ്ടോ, ഗ്രീൻലാൻഡിന്റെ ഈ ഭാഗം. പിന്നെ ടണ്ട്ര നോക്കിക്കോളൂ. ടണ്ട്ര മേഖല ഏതെല്ലാം വൻകരയാണ് വ്യാപിച്ചിരിക്കുന്നത്? വളരെ പ്രധാനമാണ് ഇത്. സൈബീരിയ, ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, വടക്കൻ സ്കാൻഡിനേവിയ, വടക്കൻ കാനഡ, അലാസ്ക. ഓക്കെ, അത് ഏതെല്ലാം വൻകരകളാണെന്ന് കൊടുത്തിട്ടുണ്ട്. ടണ്ട്ര മേഖലകളെ കുറിച്ച് ഇവിടെ നോക്കിക്കോളാം. ടണ്ട്ര മേഖലയിലെ ആർട്ടിക് ടണ്ട്ര, ആൽപൈൻ ടണ്ട്ര എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാം. എന്താണ് ആർട്ടിക് ടണ്ട്ര? അലാസ്ക, കാനഡ, സൈബീരിയ, ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, സ്കാൻഡിനേവിയ എന്നിവിടങ്ങളിൽ ടൈഗ മേഖലയുടെ വടക്ക് ഭാഗത്താണ് ആർട്ടിക് ടണ്ട്ര. ഇനി ആൽപൈൻ ടണ്ട്ര ഉയരമേറിയ പർവ്വത മേഖലയാണ് ഇത് ആൽപൈൻ ടണ്ട്ര അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ടണ്ട്ര കാലാവസ്ഥാ മേഖല ആർട്ടിക് അഥവാ ധ്രുവീയ കാലാവസ്ഥാ മേഖല എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. ഹ്രസ്വമായ വേനൽക്കാലം ദീർഘമായ ശൈത്യകാലം അനുഭവപ്പെടുന്ന ഈ മേഖലയുടെ കാലാവസ്ഥാ സവിശേഷതയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പൊ വളരെ കുറഞ്ഞ വാർഷിക ശരാശരി താപനിലയാണ്. ശൈത്യകാലത്തിന്റെ മധ്യത്തിൽ താപനില -30°C വരെ താഴാറുണ്ട്. ഹ്രസ്വമായ വേനൽക്കാലമാണ് അനുഭവപ്പെടുന്നത്. ആർട്ടിക് വൃത്തം മുതൽ ധ്രുവം വരെയുള്ള പ്രദേശങ്ങളിൽ ആഴ്ചകളോളം സൂര്യൻ അസ്തമിക്കാറില്ല, സൂര്യൻ ഉദിക്കാറില്ല. പിന്നെ അതൊക്കെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇതിന്റെ പ്രിന്റിൽ നിങ്ങൾ വായിച്ചു പോയിക്കൂടാ. ഇനി ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ മേഖലയിൽ വീശുന്ന, നമ്മുടെ ഈ ഒരു ടണ്ട്ര മേഖലയിൽ വീശുന്ന ഒരു പ്രധാനപ്പെട്ട ഹിമക്കാറ്റാണ് ബ്ലിസാർഡ്.
വളരെ പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. ഈ ടണ്ട്ര മേഖലയിൽ വീശുന്ന ശക്തിയേറിയ ഹിമക്കാറ്റുകളാണ് ഇത് ബ്ലിസാർഡ് എന്നറിയപ്പെടുന്നത്. ശരിക്കും അത് പഠിച്ചു പോകുക, ഇപ്പൊ തന്നെ അത് പഠിച്ചു പോവുക. അതേപോലെ സസ്യജന്തു വൈദ്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കേണ്ടത് മാത്രമാണ്, വലിയ പ്രാധാന്യം കൊടുക്കണ്ട. ടണ്ട്രയിൽ അതുപോലെ ജനജീവിതങ്ങൾ നോക്കുക. ഓരോ ഭാഗങ്ങളിൽ ഗ്രീൻലാൻഡ്, വടക്കൻ കാനഡ, എക്സിമോ അഥവാ ഇന്യൂട്ടുകൾ കാണപ്പെടുന്നു. വടക്കൻ ഫിൻലാൻഡ്, സ്കാൻഡിനേവിയയിൽ ലാപ്സ്, ഇതൊന്ന് പഠിച്ചു നോക്കുക. സൈബീരിയയിൽ സമോയിഡ്, ലെനെ തടം, യാക്കൂട്സ്, വടക്ക് കിഴക്കൻ ഏഷ്യയിൽ കൊറിയാക്സ്, ചുക്ചി. ഓക്കെ, ഇനി നോക്കുക. ഇവിടെ നമുക്ക് നോക്കേണ്ട അടുത്ത കാര്യമാണ്, ഏകദേശം ഇത്ര കാര്യങ്ങളാണ് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പൊ അതൊക്കെ അത് വായിച്ച് മനസ്സിലാക്കേണ്ടതിന് ബാക്കിയുള്ളത് ചെയ്യാനുള്ളത്. ഇപ്പോ ടണ്ട്ര മേഖലയും കാലാവസ്ഥാ വ്യതിയാനങ്ങളും അനുഭവപ്പെടുന്നു. ഇനി ഇതൊക്കെ ഒന്ന് ഷോർട്ട് ആക്കി ഒരു ടേബിൾ കൊടുത്തത്. ഈ ടേബിൾ എന്തായാലും പഠിച്ചു നോക്കണം കേട്ടോ. കാലാവസ്ഥാ മേഖല, സ്ഥാനം, കാലാവസ്ഥാ സവിശേഷതകൾ, സസ്യജാലങ്ങൾ, മനുഷ്യ പ്രവർത്തനങ്ങൾ വളരെ പ്രധാനമാണ് ഇവിടെ ഉള്ളതെല്ലാം. കാലാവസ്ഥാ മേഖലയിലുള്ള പ്രധാനപ്പെട്ട പ്രത്യേകതകളൊക്കെ നോക്കുക, ഇത് വായിച്ചു പഠിക്കുക. ഓക്കെ, ഇനി കാലാവസ്ഥാ വ്യതിയാനം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പ്രതിപാദിക്കുന്ന 2 രാജ്യങ്ങളാണ് നേപ്പാളും മാലിദ്വീപ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമായ ഹിമാലയത്തിൽ ഉൾപ്പെട്ട നേപ്പാൾ ഡിസംബർ 4, 2009 തങ്ങളുടെ മന്ത്രിസഭാ യോഗം എവറസ്റ്റ് പർവ്വതത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. അപ്പൊ അത് എന്നാണ്? ഡിസംബർ 4, 2009 ആണ്. മനസ്സിലാക്കി വെക്കുക. നേപ്പാൾ അന്നത്തെ പ്രധാനമന്ത്രി മാധവ് കുമാർ ആയിരുന്നു നേപ്പാളിന്റെ. ഇനി സമുദ്രനിരപ്പിൽ നിന്നും വെറും 1.5 മീറ്റർ മാത്രം ശരാശരി ഉയരമുള്ള ദ്വീപ് രാഷ്ട്രമാണ് മാലിദ്വീപ്. 17 ഒക്ടോബർ 2009. ഞാൻ മാലിദ്വീപിലെ സ്കൂളിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ എക്സാമിന്റെ ഒക്കെ ഭാഗമായിട്ട് ഇപ്പോ ലീവിലാണ്. അപ്പോ നിങ്ങൾ നോക്കുക, ഈ രാജ്യത്തിന്റെ പ്രത്യേകത വളരെ അത്ഭുതമായിട്ടുള്ള ഒരു രാജ്യമാണ്. ഞാൻ നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ഈ ഒരു നമ്മുടെ നാട്ടിലെ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം എന്ത് ചെയ്യാം, നമ്മളത് ട്രൈ ചെയ്യാം. ഇനി ഇല്ലെങ്കിൽ, നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല പാക്കേജിൽ എന്ത് ചെയ്യാം, നമുക്ക് ജോലി ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ മാൽദീവ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അവിടെയുള്ള IGCSE സിലബസ് ഒക്കെ വേൾഡ് വൈഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊക്കെ മറ്റുള്ള രാജ്യങ്ങളിൽ അവിടുത്തെ ഒരു വർഷം 2 വർഷത്തേക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകാനും ഒക്കെയുള്ള സാധ്യതകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, ഇവിടുത്തെ ഇപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വരാൻ പോകുന്ന HSA സോഷ്യൽ സയൻസ് പരീക്ഷയാണ്. അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടായിരിക്കും. അതിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. അതിനുവേണ്ടിയൊക്കെ നമുക്ക് തയ്യാറെടുക്കാം. അതുപോലെ തന്നെ ഇതിനൊക്കെ പ്രധാനപ്പെട്ട കാര്യം ഇംഗ്ലീഷ് ലാംഗ്വേജ് വളരെ പ്രധാനമുണ്ടോ. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ പ്രധാനമാണ്. അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾ നോക്കുക. ഇനിയിപ്പോ ഞാൻ ഇതിനു മുന്നേ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്, ഇപ്പോ നമ്മളിപ്പോ സ്കൂളുകളൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിന് എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മളൊക്കെ ഇനി ജോലി കിട്ടി പോയാൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ നന്നായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ കുട്ടികളൊക്കെ ഇനി നന്നായിട്ട് നല്ല ലാംഗ്വേജ് ഉള്ള കുട്ടികളായിരിക്കും. ഇപ്പൊ മാലദ്വീപിലൊക്കെ പ്രത്യേകത എന്താ, കുട്ടികളൊക്കെ നല്ല അപാര ലാംഗ്വേജ് ആണ്, നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. ഇവര് ചെറുപ്പം തൊട്ടേ ഈ കാർട്ടൂണും പിന്നെ ടൂറിസ്റ്റ് രാജ്യമൊക്കെ ആണല്ലോ. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ അവിടെ ഇംഗ്ലീഷ് നന്നായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ്. അവരുടെ ഭാഷ നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. അവിടെയുള്ള ആളുകളുടെ ദിവേഹി എന്ന് പറഞ്ഞ ഭാഷ ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇംഗ്ലീഷാണ് മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ. അത് ഏത് രാജ്യത്താണെങ്കിലും അത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇംഗ്ലീഷ് ഒക്കെ നമ്മൾ ഇതിന്റെ കൂടെ ഒക്കെ പഠിച്ചു വെക്കുന്നത് എപ്പോഴും നമുക്ക് നല്ല തന്നെയാണ്. നാട്ടിലാണെങ്കിലും ഇനി വിദേശ രാജ്യങ്ങളിലാണെങ്കിലും ഒക്കെ. അപ്പൊ പറഞ്ഞുകൊണ്ടുവന്ന ഒരു കാര്യം, പോയിന്റ് ഇത്രയാണ്, നമ്മൾ ഈ പഠിക്കുന്നതൊന്നും എന്തല്ല, വെറുതെ ആവില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം വരാൻ പോകുന്ന HSAക്ക്. അപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിൽ നോക്കാനുള്ളത്. ഇനി ഇതൊക്കെ പ്രിന്റ് എടുത്തിട്ട് അത് വായിച്ച് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ മാലദ്വീപിന്റെ കാര്യം പറഞ്ഞ സമുദ്രത്തിൽ നിന്ന് വെറും 1.5 മീറ്റർ മാത്രം ശരാശരിയുള്ള ദ്വീപരാഷ്ട്രമാണ് മാലദ്വീപ്. എന്നാണ് ഈ ഒരു കടലിനടിയിൽ മന്ത്രിസഭാ യോഗം കൂടിയത്? 17 ഒക്ടോബർ 2009 കേട്ടോ. അപ്പൊ അന്നത്തെ പ്രസിഡന്റ് മുഹമ്മദ് നഷീദാണ്. അവിടെ പ്രസിഡന്റ് ഭരണമാണ്. പിന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായിട്ട് ആഗോള സമുദ്രനിരപ്പ് പ്രതിവർഷം 0.42 സെന്റിമീറ്റർ ഉയർന്നു എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് നോക്കാം, ഏകദേശം അതിലെ പോയിന്റുകളായിട്ടുണ്ട്. ഇനി നോക്കുക, ടെക്സ്റ്റ് ബുക്കിൽ അടുത്തത് പറയുന്ന ഒരു പ്രധാന ഭാഗമാണ് 10ാം ക്ലാസ്സിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് അന്താരാഷ്ട്ര ഏജൻസികൾ നടത്തിയ പഠന റിപ്പോർട്ടുകളുടെ വിവരങ്ങളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. നിങ്ങൾ നോക്കുക, എത്ര വൈഡ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ചാപ്റ്റർ 10ാം ക്ലാസ്സിൽ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ ഇനി അധ്യാപകർക്കും ഇത് പഠിച്ചെടുക്കണം. മാത്രമല്ല കുട്ടികളെ ഇത് പഠിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ് ഈ കാര്യങ്ങളൊക്കെ, ഈ പുതിയതായിട്ട് വന്നിട്ടുള്ളതൊക്കെ. അപ്പൊ നിങ്ങൾ നോക്കുക, IPCC സീ ലെവൽ റൈസ് റിപ്പോർട്ട് 2023 ശരാശരി സമുദ്രനിരപ്പ് പ്രതിവർഷം 10 മുതൽ 20 മില്ലിമീറ്റർ വരെ ഉയരുന്നെന്നാണ് അവർ
കണ്ടെത്തിയത് 2023. ഇനി നാസ ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് റിപ്പോർട്ട് 2020 1978 7.5 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി ഉണ്ടായിരുന്ന ധ്രുവ ഹിമാനി 2019 3.74 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആയിട്ട് കുറഞ്ഞു. ഈ UN കൺവെൻഷൻ ടു കോമ്പാറ്റ് ഡെസേർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഡെസേർട്ടിഫിക്കേഷൻ നമ്മുടെ 135 ദശലക്ഷത്തോളം ജനങ്ങൾ മരുഭൂമിവൽക്കരണ ഭീഷണി നേരിടുന്നു. IPCC ക്ലൈമറ്റ് ചേഞ്ച് 2023 റിപ്പോർട്ട് 1850-1900 കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് 2011-2020 കാലഘട്ടത്തിൽ ആഗോള താപനില 1.1 ഡിഗ്രി സെൽഷ്യസിന്റെ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അവരുടെ പഠനം. IPCC 6th അസസ്മെന്റ് റിപ്പോർട്ട് ഏതാനും മാസങ്ങൾ കൊണ്ട് പെയ്തിരുന്ന മൺസൂൺ മഴ ഏതാനും ദിവസങ്ങളിലെ അതിതീവ്രമായി പരിണമിച്ചുവെന്നും 1985-2000 കാലം നടത്തിയ പഠനം വെളിവാക്കുന്നു. അപ്പൊ നിങ്ങൾ 85-2019 അപ്പൊ ഈ അടുത്തൊക്കെ നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ്. പല മാസങ്ങളായിട്ട് പെയ്യേണ്ട സമയം ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ടൊക്കെ പെയ്യുന്നതൊക്കെ നമ്മൾ 2018-19 നമ്മൾ കണ്ടതാണ്. ഓക്കെ, ഇനി ഹരിതഗൃഹ പ്രഭാവവും ആഗോള താപനവും ഭാഗങ്ങളൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുക. കൂടുതലായിട്ടൊന്നും അവിടെ വിശദീകരിക്കുന്നില്ല. ഇനി ഇവിടെ പഠിച്ചു വെക്കാനുള്ള ഒരു ടേബിൾ ഉണ്ട്. ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങളും പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് അന്താരാഷ്ട്ര ഉദ്യമങ്ങൾ ഏത് വർഷം ഏത് സ്ഥലത്ത് നടന്നു, ഇടപെടലുകളെ കുറിച്ചാണ് പഠിച്ചു വെക്കുക. ഇപ്പൊ ലോക കാലാവസ്ഥാ സംഘടന 1950 ജനീവയിലാണ് കാലാവസ്ഥാ സമ്മേളനങ്ങളാണ് ഇവർ നടത്തുന്നത്. സ്റ്റോക്ക്ഹോം സമ്മേളനം 1972 സ്റ്റോക്ക്ഹോമിലാണ് സ്ഥലം. പരിസ്ഥിതി പരിപാലനവും വികസനം. അപ്പൊ ഈ വർഷം ഇടപെടലുകളൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ ഭൗമ ഉച്ചകോടി എവിടെയാണ്? 1992 റിയോ ഡി ജനീറോ. പ്രകൃതി സൗഹൃദ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി UN അജണ്ട 21 തയ്യാറാക്കി. ഭൗമ ഉച്ചകോടി 1992 സ്ഥലം എവിടെയാണ്? റിയോ ഡി ജനീറോ. ക്യോട്ടോ പ്രോട്ടോകോൾ എവിടെയാണ്? 1997 ക്യോട്ടോയിലാണ്, ജപ്പാനിലെ. അന്തരീക്ഷത്തിൽ ഹരിതഗൃഹ വാതകങ്ങളുടെ അളവ് പരിമിതപ്പെടുത്തുക. ഇനി മോൺട്രിയൽ പ്രോട്ടോകോൾ 1987 മോൺട്രി ഓസോൺ പാളിക്ക് നാശം വരുന്ന പദാർത്ഥങ്ങളുടെ അളവ് പരിമിതപ്പെടുത്തുക. പാരീസ് ഉടമ്പടി 2015 പാരീസ് ആഗോള താപന വർധനം കുറക്കുക, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അനന്തരഫലങ്ങളോട് പൊരുത്തപ്പെടുവാൻ ലോകരാഷ്ട്രങ്ങളെ സഹായിക്കുക. G20 ഉച്ചകോടി നമ്മുടെ ഇന്ത്യയിലാണ് 2023 നടന്നു. ന്യൂഡൽഹി. ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി, ഹരിത വികസനം, കാലാവസ്ഥ, ധനകാര്യം, സമഗ്ര വികസനം എന്നുള്ള മേഖലകളിൽ ഇവർ ഇടപെടുന്നു. ഓക്കെ, ഇനി കാലാവസ്ഥ അഭ്യർത്ഥികളെ കുറിച്ച് പറയുന്നുണ്ട്. ഏകദേശം 50 ദശലക്ഷം ജനങ്ങൾ കാലാവസ്ഥ സംബന്ധമായി കുടിയേറപ്പെട്ടിട്ടുണ്ടെന്നാണ് UN കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഒരു പ്രകൃതി സ്നേഹിയായിട്ടുള്ള പരിസ്ഥിതി പ്രവർത്തകന്റെ വാക്കുകളാണ്. റോബർട്ട് സ്വാൻ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പറയാണ്, ദ ഗ്രേറ്റസ്റ്റ് ത്രെറ്റ് ടു അവർ പ്ലാനറ്റ് ഈസ് ദ ബിലീഫ് ദാറ്റ് സംവൺ എൽസ് വിൽ സേവ് ഇറ്റ്. അദ്ദേഹം പറയുന്നത് നമ്മുടെ ഗ്രഹത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി മറ്റാരെങ്കിലും അതിനെ രക്ഷിക്കുമെന്ന വിശ്വാസമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സോ ദ ഗ്രേറ്റസ്റ്റ് ത്രെറ്റ് അവർ പ്ലാനറ്റ് ഈസ് ദ ബിലീഫ് ദാറ്റ് സംവൺ എൽസ് വിൽ സേവ് ഇറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെയൊക്കെ മനസ്സിലാകുന്നുണ്ട്, നമ്മളൊക്കെ പ്രകൃതിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? നമ്മുടെ ഗ്രഹത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി മറ്റാരെങ്കിലും അതിനെ രക്ഷിക്കുമെന്ന ഒരു വിശ്വാസമാണ്. കാരണം ഇതിന്റെ ഒരു ആകത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, ഇതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ആളുകൾ നമ്മൾ തന്നെയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു കോട്ടിങ്സ് ഒക്കെ പഠിച്ചു വെക്കുക. ടെക്സ്റ്റ് ബുക്കിലെ കോട്ടിങ്സ് ആണ്, ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് പേജിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതൊക്കെ പഠിച്ചു വെക്കുക. ഇനിയാണ് നമ്മുടെ കോപ്പന്റെ കാലാവസ്ഥാ വർഗീകരണ പദ്ധതി, കൊപ്പൻ സ്കീം ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്ലൈമറ്റ്. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന പോലെ പഠിച്ചു വെക്കാണ്ട് ഓരോ മേഖലയിലും തനതായ കാലാവസ്ഥയും അതിനനുസൃതമായി രൂപപ്പെട്ടുള്ള ജന്തുജാലങ്ങളാണുള്ളത്. ഭൂമിശാസ്ത്ര സവിശേഷതകൾക്കനുസരിച്ചാണ് അതത് മേഖലകളിലെ ജനജീവിതവും രൂപപ്പെട്ടിട്ടുള്ളത്. കാലാവസ്ഥയെ വർഗീകരിക്കാൻ സ്വീകരിച്ച 3 സമീപനങ്ങളാണ് അനുഭവ സിദ്ധാന്തം, ജനിതകം, പ്രായോഗികം. അപ്പൊ നമ്മൾ ഇനിയിപ്പോ ഇത് ഭാഗങ്ങൾ വിശദീകരിക്കുന്നില്ല, ഇതിനൊരു ക്ലാസ് നമ്മൾ വേറെ ചെയ്യുന്നതാണ്. അപ്പൊ ഇതില് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അതൊക്കെ ഇനി വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മാത്രമാണുള്ളത്. അപ്പൊ നമ്മൾ സമയം ഉണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ഒരു ക്ലാസ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഇതെന്ത് ചെയ്യുക, നിങ്ങളത് പ്രിന്റ് എടുത്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മുടെ +2 പുസ്തകത്തിൽ ജോഗ്രഫിയിൽ വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ NCERT SCERTയിലുള്ള എല്ലാ ഭാഗങ്ങളും ഈ ക്ലൈമാറ്റിക് റീജിയൻ ഓഫ് ദ വേൾഡ് എന്നുള്ളതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കുകയാണ് ഇനി ഇതൊക്കെ നമുക്ക് ചെയ്യാനുള്ളത്. കണ്ടോ, ഒക്കെ ടേബിൾ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. A എന്ന് പറയുന്ന ലെറ്റർ ഉഷ്ണമേഖലാ കാലാവസ്ഥ, B വരണ്ട കാലാവസ്ഥ, C ഉഷ്ണ സമശീത കാലാവസ്ഥ.
ഇതൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക, അതിന്റെ സവിശേഷതകളൊക്കെ. ഇനി ഓരോ വിഭാഗങ്ങൾ, ഉപവിഭാഗം. ഉഷ്ണമേഖല, ആർദ്ര കാലാവസ്ഥ മേഖലക്ക് 3 ഉപവിഭാഗങ്ങളുണ്ട്. എ എന്ന് പറയുന്ന ലെറ്റർ ആണ് ഉഷ്ണമേഖല ആർദ്ര കാലാവസ്ഥ. അതിലൊരു ഉപവിഭാഗമാണ് ഉഷ്ണമേഖല ഈർപ്പമുള്ളത്, അതാണ് AF. എഫ് ഇവിടെ ഒരു വരണ്ട കാലാവസ്ഥ ഇല്ല. ഉഷ്ണമേഖല മൺസൂൺ, AM മൺസൂൺ ഹ്രസ്വമായ വരണ്ട കാലാവസ്ഥ, AW വരണ്ട ശൈത്യകാലം. അങ്ങനെ ഓരോന്നും. ഇപ്പൊ ബി നോക്കുക. ഇപ്പൊ ബി വെച്ചുള്ള 4 1 2 3 4 ഉപവിഭാഗങ്ങളുണ്ട്. അപ്പൊ ബി ഉള്ളതൊക്കെ ബി വെച്ചിട്ടായിരിക്കും തുടങ്ങുക. പിന്നെ BSH ഉപോഷ്ണ സ്റ്റെപ്പി പുൽമേടില് BSHന്റെ പ്രത്യേകത എന്താണ്? താഴ്ന്ന അക്ഷാംശങ്ങളിലെ അർദ്ധവരണ്ട കാലാവസ്ഥയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇവിടെ ഒരു അർദ്ധവരണ്ടയാണ് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, ഇനി സി, അതേപോലെ തന്നെ D, E, F എന്നൊക്കെ പറഞ്ഞ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നിങ്ങളത് വായിച്ച് മനസ്സിലാക്കുക. കുറെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുള്ളതാണ്. വിഭാഗം എ വിഭാഗത്തിനെ കുറിച്ചാണ് നോക്കുന്നത്. അങ്ങനെ ഓരോ വിഭാഗങ്ങൾ ABCDEFGH വരെ നമ്മൾ കണ്ടല്ലോ. അങ്ങനെ വിഭാഗം ഉഷ്ണമേഖല, ആർദ്ര കാലാവസ്ഥാ മേഖല. അപ്പൊ ഈ കൊപ്പന്റെ കാലാവസ്ഥാ വർഗീകരണ പദ്ധതിയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒക്കെ ഇത് വായിച്ച് മനസ്സിലാക്കി വെക്കുക. പറയുന്നുണ്ടോ, ഉത്തരാരേഖയും ദക്ഷിണാരേഖയും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. വർഷം മുഴുവൻ സൂര്യരശ്മി കുത്തനെ പതിക്കുന്ന അന്തർ ഉഷ്ണമേഖല സംവരണ പ്രദേശം, ഇന്റർട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ സാന്നിധ്യവും ഈ പ്രദേശത്തെ ചൂടേറിയ ആർദ്രയുള്ളതുമാക്കി മാറ്റുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. ഉഷ്ണമേഖലാ വിഭാഗങ്ങളെ 3ആയി തരംതിരിക്കാം. ഏതാണ്? AF ലെറ്റർ ഉഷ്ണമേഖല ആർദ്ര പ്രദേശങ്ങൾ, AM ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ, AW ഈർപ്പം കൂടിയതും വരണ്ടതുമായ ഉഷ്ണമേഖലാ കാലാവസ്ഥ. ഇങ്ങനെ ഓരോന്ന് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അത് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഇത് കൂടുതൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി നിങ്ങൾ ഇതിനെ കുറിച്ച് ഡിമാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഇതിന്റെ ക്ലാസ് ചെയ്യാവുന്നത്. കാരണം ഞാൻ പറഞ്ഞു, ഇതൊക്കെ നമ്മൾ നേരത്തെ ഓരോ കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചാണ്. അതുകൊണ്ടാണ് ഇനി ഇത് കൂടെ കൂടുതൽ വിശദീകരിക്കാത്തത്. ഇതൊക്കെ വായിച്ചു നോക്കുക. ഉഷ്ണമേഖല സ്റ്റെപ്പി, ഉപോഷ്ണ മരുഭൂമി, ഉഷ്ണ സമശീത മധ്യാക്ഷാംശ കാലാവസ്ഥകൾ C ലെറ്റർ ആണ്. ആർദ്ര ഉഷ്ണ ഉദാഷ്ണ കാലാവസ്ഥ, സോറി ആർദ്ര ഉപോഷ്ണ എന്നാണ്, ഇവിടെ തെറ്റുണ്ട്, അതൊന്ന് ശരിയാക്കി വായിച്ചോളൂ. ആർദ്ര ഉപോഷ്ണ കാലാവസ്ഥ. പിന്നെ മെഡിറ്ററേനിയൻ ആർദ്ര ഉപോഷ്ണ കാലാവസ്ഥ, പശ്ചിമതീര സമുദ്ര കാലാവസ്ഥ, മെഡിറ്ററേനിയൻ കാലാവസ്ഥ. കേട്ടോ. അപ്പോ 2016 ഇവിടുന്ന് ഒരു ചോദ്യം വന്നത്. ഒരു സിമ്പിൾ ചോദ്യമായിരുന്നു, പക്ഷെ അന്നതൊരു ബുദ്ധിമുട്ട് ചോദ്യം കേട്ടോ, കൺഫ്യൂഷൻ അടിക്കുന്ന ചോദ്യമാണ്. മെഡിറ്ററേനിയൻ കാലാവസ്ഥ പ്രത്യേകത ശൈത്യകാലത്തെ വർഷപാതം. മെഡിറ്ററേനിയൻ കാലാവസ്ഥ ഈസി ചോദ്യം തന്നെയാണത്. പിന്നെ ആർദ്ര ഉപോഷ്ണ കാലാവസ്ഥ, പശ്ചിമതീര സമുദ്ര കാലാവസ്ഥ, ശൈത്യ ഹിമവന കാലാവസ്ഥ D ലെറ്റർ, വരണ്ട ശൈത്യകാല ശീതമുള്ള കാലാവസ്ഥ പ്രത്യേകതകൾ പഠിക്കുക. ധ്രുവീയ കാലാവസ്ഥകൾ, അവിടെയാണ് നമ്മുടെ തുന്ദ്ര, നമ്മൾ ടണ്ട്ര എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ, ഹിമചത്രം ഒക്കെ നമ്മളവിടെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അതൊക്കെ പഠിച്ചു വെക്കുക. പിന്നെ പർവ്വത കാലാവസ്ഥ, മധ്യരേഖ കാലാവസ്ഥ മേഖല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഇതിൽ പഠിച്ചു വെക്കാനുള്ളത്. പിന്നെ ഇതിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി ഇത് കഴിഞ്ഞാൽ നമുക്കിനി ചർച്ച ചെയ്യാനുള്ളത് ടൈപ്പ് ഓഫ് അഗ്രികൾച്ചർ ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന ഭാഗമായിരിക്കും. അവിടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഡസ്ട്രീസ് വരെയുള്ള ഇത്ര ടോപ്പിക് വരെ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതാണ്. അപ്പൊ ഇതിന്റെ നോട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, അത് പ്രിന്റ് എടുത്ത് പഠിച്ചോളുക. അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.